സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ യു.ഡി.എഫിന്റെ ഒരു വോട്ട് ചോർന്ന് എൽ.ഡി.എഫിന് കിട്ടി. ആരുടെ വോട്ടാണ് ചോർന്നത്? ഈ അന്വേഷണമാണ് ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ചയിൽ പങ്കെടുക്കുന്നത് കോൺഗ്രസ് നേതാവ് ശ്രീ PM സുരേഷ് ബാബു, മുൻ മന്ത്രിയും CPI നേതാവുമായ C ദിവാകരൻ, മുതിർന്ന മാധ്യമ പ്രവർത്തകർ SR ശക്തിധരൻ, J അജിത് കുമാർ, KVS ഹരിദാസ് എന്നിവർ. ശ്രീ SR ശക്തിധരൻ, യു.ഡി.എഫിന്റെ ചോർന്ന വോട്ട് എവിടെ പോയി എന്നാണ് അന്വേഷിക്കുന്നത്. അതിനു മുൻപ് ഏറ്റവും അധികം അമ്പരപ്പുണ്ടായ ഒരു വിഭാഗം തന്നെയാണ് LDFും. ഇന്ന് വോട്ടെണ്ണി തീർന്നപ്പോൾ 2 വോട്ട് കൂടുതൽ കിട്ടി. എന്താണ് LDFിന് ഒരു അമ്പരപ്പുണ്ടായോ? ശരിക്കും സ്വാഭാവികമായിട്ട് അങ്ങനെ വരിക നമുക്കെല്ലാവർക്കും പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം LDFിനെ വോട്ട് ചെയ്യാനായിട്ട് മറുഭാഗത്ത് വേണമെങ്കിൽ PC ജോർജിനെ പ്രതീക്ഷിക്കാം. കാരണം പിന്നെ അയാളൊരു നിലപാട് നേരത്തെ പ്രഖ്യാപിച്ചുകൊണ്ട് അതും ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. ഇവിടെ ഇപ്പോൾ 2 വോട്ട് പ്രതിപക്ഷത്ത് നിന്ന് ഭരണപക്ഷത്തിലേക്ക് കിട്ടി എന്ന് പറയുമ്പോൾ തുടക്കത്തിൽ തന്നെ പുത്തരിയിൽ തന്നെ പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം കല്ലുകടിച്ച അനുഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ഇതെവിടം വരെ പോകും എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ ഇനി ഭാവി രാഷ്ട്രീയം വരുന്നതനുസരിച്ചിട്ടേ നമുക്ക് വിലയിരുത്താൻ കഴിയുള്ളൂ. ഏതായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്. LDFിൻ്റെ രാഷ്ട്രീയ ഇച്ഛാശക്തിക്ക് മുൻപിൽ പ്രതിപക്ഷത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. കുറേ കഴിയുമ്പോഴേക്കും പ്രതിപക്ഷം, അതിനകത്തെ ഘടകകക്ഷികൾ ഇപ്പം തന്നെ ശിഥിലമായിട്ടുണ്ട്. അത് കുറേ കൂടി ശിഥിലമാകുന്നൊരവസ്ഥയിലേക്ക് വിരൽ ചൂണ്ടുന്ന സംഭവമായിട്ടാണ് ഞാനിതിനെ വിലയിരുത്തുന്നത്. വലിയ ശുഭാപ്തി പ്രതീക്ഷയോട് കൂടിയിട്ടൊന്നുമല്ല, പക്ഷേ അത് ഉണ്ടായി തീരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ ഈ 2 വോട്ട് പോയ ഉടനെ തന്നെ പ്രതിപക്ഷത്തു നിന്നുണ്ടായ ആദ്യ പ്രതികരണം അതിനെക്കുറിച്ച് അന്വേഷിക്കുമെന്നാണ്. അപ്പോൾ അവിടെ എന്തോ നടന്നിട്ടുണ്ടെന്നുള്ളത് 1. 2, പിന്നെ കുറച്ച് കഴിയുമ്പോൾ പറയുന്നത് അത് അങ്ങനെയാകാൻ വഴിയില്ല, പരിചയക്കുറവ് കൊണ്ടാകാം എന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു വെക്കുന്നു. ഇപ്പോൾ 3ാമത് പറയുന്നത് അത് എണ്ണിയതിലുണ്ടായ കുഴപ്പമാണ്. അത് പറഞ്ഞു കഴിഞ്ഞിട്ട് പറയുന്നത് അത് സമയം വൈകിപ്പോയതുകൊണ്ട് ഇനി റീകൗണ്ടിങ്ങിന് പറ്റിയില്ല. അവർക്ക് തന്നെ ഇതിനെക്കുറിച്ച് യാതൊരു വിധത്തിലുള്ള ഒരു ധാരണയും ഇല്ലാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത് എന്നാണ് ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത്. ശ്രീ C ദിവാകരൻ, LDFിന് 90 വോട്ടുകളാണ് പ്രതീക്ഷിച്ചത്, 92 എണ്ണിയപ്പോൾ ഉള്ളത്. എന്ത് വികാരമാണ് നിങ്ങളിൽ അതുണ്ടാക്കിയത്? ഞങ്ങള് ഈ പ്രതിപക്ഷ ശക്തമായ ഒരു നിലപാടെടുക്കുമെന്നാണ് ഞങ്ങൾ ധരിച്ചത്. പക്ഷെ അവര് ആദ്യത്തെ ചുവടുവയ്പ് തന്നെ അടിതെറ്റി വീണിരിക്കുകയാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം തന്നെ അതെന്തോ ഒരു പെശക് പറ്റിപ്പോയി എന്നുള്ളതാണ്. അത്ര നിസ്സാരമാണോ ഒരു നിയമസഭ സ്പീക്കറെ തിരഞ്ഞെടുക്കുന്നതിൽ പ്രതിപക്ഷത്തിന്റെ MLA-മാര് അവർ വോട്ട് ചെയ്യുന്നതിൽ പെശക് പറ്റി എന്ന് പറഞ്ഞാൽ അതിന് പോലും കഴിയാത്തവരാണ്. ബോധപൂർവമല്ലേ UDFിനകത്തുള്ള ചില ആളുകൾ താമസിയാതെ LDFിലേക്ക് വരാനുള്ള സൂചനകളാണ് കാണുന്നത്. അവരാരെയും ഒന്നും ചെയ്യാൻ പറ്റില്ല ആര് വിചാരിച്ചാലും. അങ്ങനെയുള്ള ഒരു പുതിയ രാഷ്ട്രീയ കാലാവസ്ഥയാണ് നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ പ്രകടമായിരിക്കുന്നത്. BJPയുടെ O രാജഗോപാൽ തന്നെ എന്ത് ന്യായം പറഞ്ഞാണെങ്കിലും ശരി, അദ്ദേഹം പോലും LDFിനെ അങ്ങനെ എതിർക്കേണ്ടതില്ല. LDFിന്റെ ഒരു സ്ഥാനാർത്ഥിയെ അങ്ങനെ വളരെ ഒരു ആരോഗ്യപരമായ സമീപനം BJPയുടെ പേരിലാണ് അദ്ദേഹം എടുത്തതെങ്കിൽ അദ്ദേഹം നമ്മുടെ സ്പീക്കർ LDFിന്റെ സ്പീക്കർക്ക് വേണ്ടി അദ്ദേഹം വോട്ട് ചെയ്ത് ഒരു നല്ല കാര്യമാണ്, നല്ല സൂചനയാണ്. അത് സൂചിപ്പിക്കുന്ന മറ്റൊരു കാര്യം, കേരളത്തിൽ LDFിനെ നേരിടാനുള്ള കരുത്ത് പലർക്കും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ശക്തമായി LDF വരികയാണ്. ജനങ്ങളുടെ പ്രതീക്ഷ അതാണ്. പ്രതീക്ഷയ്ക്കനുസരണമായി വരുന്ന ആളുകളിൽ LDFിന്റെ പെർഫോമൻസ് വളരെ മെച്ചപ്പെടും എന്ന് തന്നെയാണ് ജനങ്ങളുടെ വിശ്വാസം. അതിന്റെ ഒരു സൂചനയാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്തിന് പറ്റിയ അമളി. ഞാൻ തിരിച്ചു വരാം ശ്രീ ദിവാകരൻ. ശ്രീ J അജിത് കുമാർ, എവിടെ പോയി UDFിന്റെ ഒരു വോട്ട്? ഡോക്ടർ ലാൽ, തീർച്ചയായിട്ടും അത് പരിശോധിക്കേണ്ട കാര്യമാണ്. പരിശോധിക്കണമെന്നും
അത് എന്താണ് സംഭവിച്ചതെന്ന് കൂടുതലായിട്ട് ചർച്ച ചെയ്യണമെന്നുമാണ് പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തലയുടെ പ്രാഥമിക പ്രതികരണം തന്നെ. പക്ഷേ എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെ അത് ഈ എണ്ണത്തിലുള്ള പെശകാണെന്ന് പറഞ്ഞ് എന്താ പറയുക ഒരു പുകമറ സൃഷ്ടിക്കുന്നതിലുപരി ഒരു പക്ഷേ എണ്ണത്തിൽ പെശക് പറ്റിയിട്ടുണ്ടാകാം. ഒരു പെട്ടിക്കകത്ത് ഒരു ബാലറ്റ് ബോക്സിനകത്തേക്ക് എല്ലാവരും കൊണ്ട് നിക്ഷേപിക്കുന്നത് നമ്മൾ കണ്ടു. അത് കഴിഞ്ഞ് തരംതിരിച്ച് 2 സ്ഥാനാർത്ഥികളുടെ പേരിൽ തരംതിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സോർട്ട് ചെയ്യുമ്പോൾ ഉണ്ടായ പ്രശ്നമാണോ? അങ്ങനെയാണെങ്കിൽ സോർട്ട് ചെയ്ത് 2 ട്രെയിലായിട്ട് കിടക്കുന്നത് എണ്ണിയപ്പോൾ അപ്പോൾ അത് കൂടുതലായിട്ട് അതിനകത്ത് വീണതാണോ എന്നൊക്കെയുള്ളത് കൂടെ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അതൊന്നും പക്ഷേ ഒരു എക്സ്ക്യൂസ് ആകുന്നില്ല. അങ്ങനെ ഒരു വോട്ട് മാറിപ്പോയതിൽ നമ്മൾ മുഴുവൻ ജനാധിപത്യത്തെ പരിഹസിക്കുന്ന രീതിയിലുള്ളൊരു നടപടിയായിപ്പോയി അത്. അതായത് നമ്മൾ 140 നിയമസഭാംഗങ്ങളെ ജനപ്രതിനിധികളെ നമ്മൾ കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത് വിട്ടപ്പോൾ ഇപ്പോൾ 2 ആഴ്ച മുമ്പ് തന്നെ തിരഞ്ഞെടുപ്പിൽ ഇത്രയും ജനം 75% ജനം വോട്ട് ചെയ്ത് വന്ന ഒരു ജനപ്രതിനിധിക്ക് 2 പേര് മാത്രം മത്സരിക്കുമ്പോൾ വോട്ട് രേഖപ്പെടുത്താൻ കഴിയുന്നില്ലേ എന്നുള്ളൊരു ചോദ്യം അത് നമ്മുടെയൊക്കെ മനസ്സിൽ ഒരുപാട് സംശയങ്ങൾ ഉണർത്തുന്നുണ്ട്. അപ്പോൾ അത് പരിഹാസ്യമായ ഒരു കാര്യമായിപ്പോയി. തന്നെയല്ല ജനാധിപത്യത്തിനെ കൊഞ്ഞനം കാണിക്കുന്ന ഒരു ഏർപ്പാടുമായിപ്പോയി. തീർച്ചയായിട്ടും അതിനെക്കുറിച്ചൊക്കെ അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ ഇത് മനഃപൂർവ്വം ആരും ചെയ്തതാണ് എന്ന് കരുതേണ്ടതില്ല എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം എന്ന് പറയാൻ മറ്റൊന്നും കൊണ്ടല്ല, മറ്റേ ആ ഒരു സാധ്യതയുണ്ട്. എന്തുകൊണ്ടെന്ന് നമുക്കറിയാം കൃത്യമായിട്ട്. എന്തുകൊണ്ട് മനഃപൂർവ്വമല്ല എന്ന് ശ്രീ അജിത് കുമാർ കരുതുന്നു? കാരണം ഇത് മുൻകാലങ്ങളിലൊക്കെ ഉള്ള ചില കാലുമാറ്റങ്ങളൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണല്ലോ. കഴിഞ്ഞ നിയമസഭയിൽ തന്നെ ഏതാണ്ട് ഇതേ കാലയളവിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ തുടക്കത്തിൽ തന്നെ ആർ ശെൽവരാജ് മാറിയത് നമ്മൾ കണ്ടതാണ്. ഏതാണ്ട് UDF നിന്നും ഒരു മാറ്റത്തിന്റെ സൂചന ഉണ്ടാകുന്നുണ്ടോ എന്ന് വേണമെങ്കിൽ സംശയിച്ചുകൂടെ അജിത് കുമാർ? ബഹുമാനായ മുതിർന്ന CPI നേതാവും മുൻ മന്ത്രിയും പരിണതപ്രജ്ഞനായ രാഷ്ട്രീയ പ്രവർത്തനമായ ശ്രീ C ദിവാകരൻ്റെ ആ പ്രതികരണം ഞാൻ കേട്ടു. അത് വരാൻ ഇരിക്കുന്ന എന്തിൻ്റെയൊക്കെ മാറ്റമാണെന്നുള്ള ഒരു സൂചന അദ്ദേഹം നൽകുകയുണ്ടായി. പക്ഷേ ഇപ്പോൾ മാധ്യമപ്രവർത്തകരായ ബഹുമാനായ ശ്രീ SRS പോലും അദ്ദേഹം പറഞ്ഞതിനോട് യോജിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല ഞാൻ അങ്ങ് പറഞ്ഞത് ഞാൻ ആദ്യം കേട്ടില്ല. ഓക്കെ, സോറി, പക്ഷേ അങ്ങനെ ഞാൻ പറഞ്ഞത് എൽ ഡി എഫിൻ്റെ മുൻപിൽ UDF ശിഥിലമാകാൻ പോകുന്നതിൻ്റെ സൂചനയായിട്ടാണ്. അങ്ങനെ ഒരു ദീർഘവീക്ഷണമൊന്നും ചെയ്യേണ്ട സമയമായിട്ടില്ല നമുക്ക് തീർച്ചയായിട്ടും. എന്ന് തന്നെയല്ല ഈ പറഞ്ഞ പോലുള്ള ഒരു അതിൻ്റെ ഒരു സ്ഫുലിംഗം പോലും ഇതിൽ നിന്നൊന്നും വ്യക്തമാകുന്നില്ല. ചീഫ് വിപ്പ് കൊടുത്തതാണ് UDF, ഓരോ പാർട്ടികളും വിപ്പ് കൊടുത്തതാണ്, എങ്ങനെയാണ് വോട്ട് ചെയ്യേണ്ടതെന്ന് പഠിപ്പിച്ചതാണ്. വളരെ ക്രൂഷ്യലായ ഒരു തെരഞ്ഞെടുപ്പാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. അവിടെ ഒരു വോട്ട് പോയാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് അബദ്ധം കൊണ്ടാണ്, പരിചയക്കുറവ് കൊണ്ടാണ് എന്ന് പറഞ്ഞ് ഒഴിയാൻ ഒരിക്കലും രാഷ്ട്രീയമായി UDF സാധിക്കില്ല എന്നുള്ളത് അങ്ങേക്കും അറിയാം. ആ അർത്ഥത്തിൽ ഈ പറഞ്ഞ രീതിയിൽ പ്രതിപക്ഷം എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിങ്ങളുടെ വോട്ട് അല്ലെങ്കിൽ UDF വോട്ട് നേടിയെടുത്ത LDF, അവിടെയാണ് ഞാൻ പ്രതിപക്ഷം എന്ന് പറഞ്ഞത്, അവർ അതായത് ഭരണപക്ഷം, ഇന്നത്തെ കേരളത്തിലെ ഭരണപക്ഷം, ആ ഭരണപക്ഷം ഒരു സ്കോർ ചെയ്തിരിക്കുകയാണ് എന്നുള്ളത് എങ്ങനെ എത്ര ദിവസം കൊണ്ട് ഈ കറ മാറ്റാൻ സാധിക്കും? അങ്ങനെ സ്കോർ ചെയ്തു എന്ന് പറയാവുന്ന ഒരു ഗോളല്ല. ഒരു പക്ഷേ ഇതൊരു സെൽഫ് ഗോളായിട്ട് വേണം നമുക്ക് വ്യാഖ്യാനിക്കാം. അല്ലാതെ UDF കൊണ്ടു നടന്ന് പോസ്റ്റിലേക്ക് കൊണ്ടടിച്ച ഗോളൊന്നുമല്ല, അത് പെനാൽറ്റി ഷൂട്ട് ഒന്നുമല്ല. ഇതിനകത്തൊരു അങ്ങനെ ഒരു ഫൗളും നടന്നതായിട്ട് നമുക്ക് തോന്നുന്നില്ല. പക്ഷേ ഇത് എന്തായാലും ഒരു റെഫറി ഉണ്ടല്ലോ, UDF ഒരു സംവിധാനമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് പരിശോധിച്ചിട്ട് അതിനകത്ത് എന്തെങ്കിലും പിഴവ് നടന്നിട്ടുണ്ടോ തീർച്ചയായിട്ടും UDF എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്നുള്ളത് ഡാമിൽ കൂടാൻ പോവുകയാണ്. അല്ല ഡോക്ടർ ലാൽ, യെസ്, തീർച്ചയായിട്ടും നാളെ 4-5 തീയതികളിൽ അത് കൂടുകയാണ്. വളരെ അടച്ചിട്ട വാതിൽ അകത്ത്. അതിനിടയ്ക്ക് ഇതൊന്നും അന്വേഷിക്കാനും പഠിക്കാനും സമയമില്ല ശ്രീ അജിത് കുമാർ. ഞാൻ തിരിച്ചു വരാം. ശ്രീ SR ശക്തിധരൻ, ആരുടെ വോട്ട് എന്നുള്ളതാണ് ഇനി വരുന്ന ചോദ്യം. എന്തായാലും അബദ്ധം പറ്റാമെങ്കിൽ ആർക്ക്, അല്ല മനഃപൂർവ്വമാണെങ്കിൽ ഈ നിയമസഭയിൽ അതിനുള്ള സാധ്യത ഏത് പാർട്ടിക്ക് ഏത് വ്യക്തിക്ക് എന്നതുകൂടി ചർച്ചാ വിഷയമാകേണ്ടതുണ്ട്. അങ്ങേക്കൊരു സൂചനയുണ്ടോ? എനിക്കങ്ങനെ യാതൊരു സൂചനയുമില്ല. ഞാൻ പറഞ്ഞില്ല, ഞാനിത് ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിരുന്നുമില്ല. ഈ തെരഞ്ഞെടുപ്പിൽ സ്പീക്കർ വോട്ടെടുപ്പിൽ ഇങ്ങനെ ഒരു വോട്ടിൻ്റെ ഒരു വ്യതിയാനം വരും എന്നുള്ളത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. 2 ഭാഗത്തും വളരെ വാശിയോടുകൂടി തെരഞ്ഞെടുപ്പ് നടന്ന് അധികാര കൈമാറ്റവും നടന്നു കഴിഞ്ഞൊരു സാഹചര്യത്തിൽ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു മാറ്റം വരും എന്ന്, മാറ്റമൊന്നുമല്ല ഞാനിതിനെ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനൊരു ഇപ്പോൾ കോൺഗ്രസ്സുകാർ ആശ്വസിക്കട്ടെ അല്ലെങ്കിൽ UDF ആശ്വസിക്കട്ടെ, കൈപ്പിഴ പറ്റിയതാണ് എന്നുള്ള രീതിയിലുള്ള ഒരു വ്യാഖ്യാനമാണ് ഇപ്പോൾ എല്ലാ ഭാഗത്തു നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യം അത് പരിശോധിക്കുമെന്ന് പറഞ്ഞു, പിന്നെ ആ പരിശോധന വേണ്ട എന്നുള്ള രീതിയിൽ ഉപേക്ഷിച്ചുകൊണ്ട് ഇത് ചിലപ്പോൾ
ഈ പുതിയ മെമ്പർമാരായതുകൊണ്ട് വോട്ടെടുപ്പിൽ അവർക്ക് പറ്റിയ അമളി എന്തെങ്കിലും ആയിരിക്കും എന്ന് വന്നു. ഇപ്പോൾ അതും കഴിഞ്ഞിട്ട് പറയുന്നത് എണ്ണിയപ്പോൾ അതിനകത്ത് വന്ന കുഴപ്പം. അതൊക്കെ ആര് പറഞ്ഞാൽ വിശ്വസിക്കണം? കൊച്ചു കുട്ടികളാണ് അവിടെയൊക്കെ നിന്ന് വെച്ചത്. അതൊന്നുമല്ല, ആരോ മനഃപൂർവ്വമായി അതിനകത്ത് നിന്ന് LDF വോട്ട് ചെയ്യണം എന്ന് നിശ്ചയിച്ചുറച്ച് ചെയ്ത ഒരു വോട്ടാണ്. അത് ഏത് പാർട്ടിയാണ് എന്താണെന്ന് എനിക്കറിയില്ല. അതിനകത്ത് വല്ല രാഷ്ട്രീയ സിഗ്നലും ഉണ്ടോ? നേരത്തെ പറഞ്ഞത് ഏതാണ്ട് അതേ രീതിയിലാണ്. അതായത് LDF ഇനി ആർക്കും മറികടക്കാനാകില്ല എന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടികളെല്ലാം. അതുകൊണ്ട് തന്നെ നിയമസഭയ്ക്ക് അകത്തു നിന്ന് MLA-മാരായ LDF എതിർത്ത് വന്നവരിൽ പോലും മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ സൂചനയാണ് ഇത്. വരും ദിവസങ്ങൾ അത് അറിയാൻ പോകുന്നു. ഇതേ വാചകങ്ങൾ നമ്മൾ 5 വർഷം മുമ്പും അല്ലെങ്കിൽ 4 വർഷം മുമ്പും ഒക്കെ നമ്മൾ ചിലരിൽ നിന്നൊക്കെ കേട്ടതാണ്. അതിൻ്റെ പ്രതിധ്വനി ഇപ്പോഴും ഉണ്ടാകുന്ന രീതിയിലാണ് ശ്രീ C. ദിവാകരൻ അങ്ങ് പറഞ്ഞ വാക്കുകളെ ഇപ്പോൾ ഈ ചർച്ചയിൽ കാണാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആരുടെ വോട്ടാണ് അങ്ങനെ മാറാനുള്ള സാധ്യതയുള്ളത്? ആരാണ്, ഏത് പാർട്ടിയാണ് ആ ഭാഗത്തേക്ക്, അതായത് LDF നോക്കി നിൽക്കുന്നത്? ശ്രീ C. ദിവാകരനിലേക്ക് തിരിച്ചെത്താം. അദ്ദേഹം ടെലിഫോൺ ലൈനിൽ എത്തും. ശ്രീ PM സുരേഷ് ബാബു കൂടി ചേർന്നിരിക്കുന്നു. ശ്രീ PM സുരേഷ് ബാബു, ഇപ്പോൾ ചർച്ച എല്ലാം എവിടെ പോയി എന്നുള്ളതല്ല, എവിടേക്ക് പോയി എന്നുള്ളത് എല്ലാവർക്കും അറിയാം. UDF വോട്ട് അത് LDF കിട്ടിയിരിക്കുന്നത്. ആരുടെ വോട്ടാണ് അങ്ങനെയാണെങ്കിൽ മറിഞ്ഞിട്ടുണ്ടാകുക? ശ്രീ C. ദിവാകരൻ ഇപ്പോൾ ഈ ചർച്ചയിൽ പറഞ്ഞത് LDF മാത്രമേ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ ഈ സംസ്ഥാനത്ത് എന്ന് മനസ്സിലാക്കിയ UDF MLA-മാർ മാറി ചിന്തിക്കുന്നു. ഇത് വരാനിരിക്കുന്ന ചില മാറ്റങ്ങളുടെ സൂചനയാണ്. ആരാണ് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഈ മാറ്റത്തെ സ്വാഗതം ചെയ്തു പോയിരിക്കുന്നത്? ശ്രീ C. ദിവാകരൻ, ഞാൻ അങ്ങയിലേക്ക് തിരിച്ചെത്താം. ഇപ്പോൾ PM സുരേഷ് ബാബുവാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹത്തിനോടും പ്രതീക്ഷയോടും സഹതാപപൂർവം അതിനോട് ചേരുക എന്നതാണ് ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുന്നത്. അതല്ലാതെ ഇതിനകത്ത് ഒരു വീഴ്ച പറ്റി എന്ന് ധരിക്കേണ്ടുന്നതല്ല എനിക്ക് തോന്നുന്നത്. മനഃപൂർവമായ ഒരു വിഷയമാണ് എന്നും ഞാൻ നിഗമനത്തിലെത്തുന്നില്ല. UDF നേതൃത്വം അത് അന്വേഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. UDF നേതൃത്വം അത് അന്വേഷിക്കാൻ തുടങ്ങിയിട്ടുമുണ്ട്. ആ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ട് ആ ആളുകളുടെ ഭാഗത്തു നിന്ന് ഇടതുപക്ഷ ചായ്വ് അവരുടെ മനസ്സിൽ വരുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അവർക്ക് അങ്ങോട്ട് പോകാം. അതിനൊന്നും തടസ്സമൊന്നുമില്ല ജനാധിപത്യ പ്രക്രിയയിൽ. അതല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കപട രാഷ്ട്രീയത്തെ തിരിച്ചറിയാൻ കഴിയാത്ത രാഷ്ട്രീയമുള്ള ആളുകളാണെങ്കിൽ അവരെ പാർട്ടിക്കകത്തോ അല്ലെങ്കിൽ മുന്നണിക്കകത്തോ നിർത്തേണ്ടതുണ്ടോ എന്നൊക്കെ ഞങ്ങൾ ആലോചിക്കും. ഇതിനകത്ത് വേറെ ഒരു തരത്തിലുമുള്ള ഒരു പ്രതീക്ഷയ്ക്ക് വകയൊന്നുമില്ല. പിന്നെ LDF സംബന്ധിച്ചിടത്തോളം ഇത്തരം ഒരു വോട്ടിൻ്റെ സഹായവും ഈ വരുന്ന 5 കൊല്ലക്കാലത്തേക്ക് ആവശ്യവുമില്ല. അപ്പോൾ അതിന് അങ്ങനത്തെ ഒരു യാതൊരു തരത്തിലും ആവശ്യമില്ലാത്ത ഒരു സംഗതിക്ക് വേണ്ടി ഈ LDF വല്ലാതെ മനക്കോട്ട കെട്ടണ്ട എന്നാണ്. ശ്രീ PM സുരേഷ് ബാബു, താങ്കൾ പറഞ്ഞത് വളരെ ശരിയാണ്. LDF അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ അങ്ങ് തന്നെ പറഞ്ഞല്ലോ, ഇത് മനഃപൂർവ്വമല്ലാതെ, അതായത് അബദ്ധം പറ്റിയതാണെന്ന് കരുതാൻ നിർവാഹമില്ല. അതിൻ്റെ സാഹചര്യം നമ്മൾ പലതവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഒരിക്കലും അതുണ്ടാകാനുള്ള സാധ്യതയില്ല. അത്രയ്ക്ക് അബദ്ധം വരേണ്ട 47 പേരെ അല്ലല്ലോ നിങ്ങളുടെ ഭാഗത്തുനിന്ന് തിരഞ്ഞെടുത്തിട്ടുണ്ടാകുക, ജനങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ടാകുക, നിങ്ങൾ തിരഞ്ഞെടുത്ത സ്ഥാനാർത്ഥികളും. പക്ഷേ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഇടതുപക്ഷ ചായ്വ് ഇപ്പോൾ കേരളത്തിലുള്ള ഒരു ട്രെൻഡിനനുസരിച്ച് ഉണ്ടായിട്ടുണ്ടോ, അതല്ലെങ്കിൽ ആ ഭാഗത്തേക്ക് മാറിപ്പോകാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ കണ്ടെത്തും എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ ആ അളക്കാനുള്ള യന്ത്രം? നിങ്ങൾ എങ്ങനെയാണത് പരിശോധിക്കുക? എങ്ങനെയാണ് ആളുകളെ നിങ്ങൾ തിരിച്ചറിയാൻ പോകുന്നത്? അല്ല, അത് നമുക്കറിയാലോ. നമുക്ക് എന്തെല്ലാം കുറ്റകൃത്യങ്ങളെ കണ്ടുപിടിക്കാൻ പറ്റുന്ന ശാസ്ത്രീയമായ മെഷീനറികൾ ഉള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് മനസ്സളക്കാൻ പറ്റിയ ധാരാളം മെഷീനറികൾ UDF കൈവശമുണ്ട്. ഞങ്ങൾ മനസ്സളന്നോളും. ആ മനസ്സളന്ന് യഥാർത്ഥത്തിലുള്ള കുറ്റവാളിയെ കണ്ടുപിടിക്കും. ആ കുറ്റവാളിയുടെ, നമ്മളെ ക്രിമിനൽ ഭാഷയിൽ പറഞ്ഞാൽ മെൻസ്രിയ എന്ന് പറയുന്നൊരു പദമുണ്ട്. മനഃപൂർവ്വമായ താല്പര്യം അതിനകത്തുണ്ടോ എന്നുള്ളത് നോക്കും. അതല്ല അബദ്ധമാണോ? മനഃപൂർവ്വമായ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങൾ തീർച്ചയായും ഞങ്ങളുടെ മുന്നണിക്കകത്ത്, ഞങ്ങളുടെ പ്രസ്ഥാനത്തിനകത്ത് അവർക്കൊരു സ്ഥാനവും ഉണ്ടാവില്ല. അതല്ല അബദ്ധമാണ് സംഭവിച്ചതെങ്കിൽ അത് തുറന്നവരെ കൊണ്ട് പറയിപ്പിച്ചിട്ട് തന്നെ ഈ കാര്യത്തിൽ അവർ UDF ഉണ്ടാക്കിയിട്ടുള്ള ക്ഷീണം അല്ലെങ്കിൽ അവമതിപ്പ്
അത് തീർക്കുന്നതിനാവശ്യമായ നടപടികളും ചെയ്യും. ശ്രീ പി. എം. സുരേഷ് ബാബു, ആ കാര്യത്തിൽ കോൺഗ്രസ് പാർട്ടിയിൽ ഒരു പ്രശ്നമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും. പക്ഷേ ഇത് മുസ്ലിം ലീഗിലാണോ, ഇത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിലാണോ, അതോ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന മറ്റേതെങ്കിലും MLA-മാരിലാണോ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ അന്വേഷിക്കുമോ? അതിനുള്ള സാധ്യതയുണ്ടോ? UDF ആണ് അന്വേഷിക്കുന്നത്. UDF ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് അന്വേഷിക്കുന്നത്. അദ്ദേഹത്തിന് UDF കൂടിയെടുത്ത തീരുമാനവും അല്ലാതെ. ആ അർത്ഥത്തിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എങ്ങനെയാണ് ഈ കാര്യം UDF-നകത്തുള്ള എല്ലാ MLA-മാരുടെയും കാര്യത്തിൽ ഒരു അന്വേഷണം നടത്തുക? UDF ലെജിസ്ലേച്ചർ പാർട്ടിയാണ് ആലോചിക്കുന്നത്. അതിൻ്റെ ഒരു സെക്രട്ടറി എന്നുള്ള നിലയിലാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. UDF ലെജിസ്ലേച്ചർ പാർട്ടിയുടെ സെക്രട്ടറിയാണ് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ശ്രീ C. ദിവാകരൻ, ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് ആർക്കാണ് തെറ്റുപറ്റിയത് എന്ന് കണ്ടുപിടിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ തെറ്റല്ലെങ്കിൽ മനഃപൂർവ്വം ഒരു ചായ്വ് ആർക്കാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് കണ്ടുപിടിക്കാൻ പോകുന്നത്. ആ അർത്ഥത്തിലുള്ള മനസ്സറിയാനുള്ള യന്ത്രമുണ്ട്. അത് മനസ്സറിഞ്ഞുകൊണ്ടാണോ അറിയാതെയാണോ ആ തെറ്റ് എന്നുള്ള വക്കീൽ ഭാഷയിലെ മെൻസ്രിയ എന്ന പദം കൂടി ഉപയോഗിക്കുന്നുണ്ട് ശ്രീ PM സുരേഷ് ബാബു. സുരേഷ് ബാബു നല്ല അഭിഭാഷകനാണ്, അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് തർക്കിക്കുന്നില്ല. പക്ഷെ ഇത് ജനങ്ങളെയും ജനാധിപത്യ വ്യവസ്ഥയെയും അധിക്ഷേപിക്കുന്ന ഒരു തരം പ്രയോഗങ്ങളാണ് ഇതൊക്കെ. 10,000-കണക്കിന് ജനങ്ങൾ തെറ്റുകൂടാതെ അവരുടെ നിയോജക മണ്ഡലത്തിൽ അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തിയും ജയിച്ച് നിയമസഭയിൽ വരുന്ന ഒരു നിയമസഭാ സാമാജികൻ ഈ സ്പീക്കറിന് വോട്ടിങ്ങിൽ എങ്ങനെ പങ്കെടുക്കണമെന്ന് അവിടെ വളരെ വ്യക്തമായി ആവർത്തിച്ച സ്പീക്കറുടെ ചെയറിലിരുന്ന ശർമ്മ ആവർത്തിച്ച് പറഞ്ഞു എങ്ങനെയാണ് വോട്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് വോട്ട് ഇൻവാലിഡ് ആകുന്നത്. ഇത് പലതവണ പറഞ്ഞു. വോട്ട് കൗണ്ടിങ്ങിൽ വന്ന വിഷയമാണെന്ന് പറയാൻ പറ്റുമോ? കൗണ്ടിങ്ങിന് പ്രതിപക്ഷത്തെയും ഭരണകക്ഷിയുടെയും 2 പ്രമുഖ നേതാക്കന്മാരാണ് കൗണ്ടിങ് ഏജന്റുമാരായിരുന്നത്. ബാലേന്ദ്രൻ വക്കീലെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് TV-യിൽ. ആരൊക്കെയാണ് ഏജന്റുമാരെന്ന് ഞാൻ ഇപ്പൊ പറയുന്നില്ല. ഈ കൗണ്ടിങ് ശ്രീ C. ദിവാകരൻ, ഞാനൊന്ന് ഓർമ്മിപ്പിക്കട്ടെ, ശ്രീ PM സുരേഷ് ബാബു ഇതിനകം സമ്മതിച്ചു കഴിഞ്ഞു. അതായത് ഇത് അറിയാതെ പറ്റിയ ഒരു തെറ്റാണെന്ന് KPCC-യിലെ അദ്ദേഹത്തിനെ പോലുള്ളവരെങ്കിലും കരുതുന്നില്ല. ഇത് മനഃപൂർവ്വമാണെങ്കിൽ അവർക്കൊരു ഇടതുപക്ഷ ചായ്വ് ഉണ്ടോ എന്നുള്ളതാണ് അന്വേഷിക്കേണ്ടത്. അവരുടെ ആത്യന്തികമായ താല്പര്യം ഇടതുപക്ഷത്തേക്കാണെങ്കിൽ അങ്ങോട്ടേക്ക് തന്നെ വിടാൻ അവർ തയ്യാറാണ്. അവർ കൂടെ കൊണ്ട് നടക്കില്ല അങ്ങനെയുള്ളവരെ. അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ ഫണ്ടമെന്റൽ റൈറ്റാണ്. ആർക്കാണ് ഇടതുപക്ഷ ചായ ഉള്ളത് പരിശോധിക്കണം. ആരാ, എന്ത് മാനദണ്ഡ? കോൺഗ്രസിനകത്ത് ഇടതുപക്ഷ ചിന്താഗതിയുള്ള പുരോഗമന ചിന്താഗതിയുള്ള ആളുകൾ സ്വാതന്ത്ര്യ സമര കാലം മുതലുണ്ട്, ഇപ്പോഴും ഉണ്ട്. അത് പിന്നെ വക്കീലിനെ അറിഞ്ഞുകൂടാത്തല്ല, പലരും അറിയാം. അതൊരു ക്രിമിനൽ കുറ്റമാകുന്നത് എങ്ങനെയാണ്? അത് പറയാണ് ഞാൻ വോട്ട് ചെയ്തു, എന്താ കാര്യം? എനിക്ക് ഇടതുപക്ഷ ചായ ഉണ്ട്, അത് തെറ്റാണോ? അതുകൊണ്ട് അതൊക്കെ വെറുതെ ആളുകളെ വിട്ടുകളാക്കാൻ പറയുന്ന വാദഗതികളാണ്. വോട്ട് ചെയ്തത് കോൺഗ്രസ്സുകാരാണെങ്കിൽ ബാലറ്റ് വോട്ട് ചെയ്യണം, ഞങ്ങളുടെ ഒരാളാണ് വോട്ട് ചെയ്തത്. സുരേഷ് ബാബുവാണ്, ശ്രീ PM സുരേഷ് ബാബുവാണ് നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. അതെ, സുരേഷ് ബാബു ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. സുരേഷ് ബാബുവാണ്, അല്ല ബാലേന്ദ്രനല്ല. അല്ല, പ്രൊഫസർ ബാലേന്ദ്രൻ അല്ല, ശ്രീ PM സുരേഷ് ബാബുവാണ്. സുരേഷ് ബാബു കോൺഗ്രസിന് വേണ്ടി ബാധിക്കുകയല്ലേ, അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുന്നത്. ഇതെല്ലാം ഇത് നടത്താൻ ഒരു നാടകമല്ലേ? ഇതിനകത്ത് പിന്നെ ലീഗിന്റെ ആളിലാണോ, കേരള കോൺഗ്രസ് ആണോ, കോൺഗ്രസിന്റെ ആളാണോ? പേര് പറഞ്ഞാൽ മതിയല്ലോ, ആള് പറഞ്ഞാൽ മതിയല്ലോ. ഇതിപ്പോ അന്വേഷണ കമ്മീഷനത്തിനാണ്. ശരി, ശ്രീ C. ദിവാകരൻ, അപ്പൊ ആരാണെന്നാണ് അങ്ങയുടെ സംശയം? ഇത് ആർക്കാണ് ഈ ഇടതുപക്ഷ ചായ്വ് ഒരുവിധം ഉണ്ടാകാൻ സാധ്യതയുള്ളത് ഈ 47 പേരിൽ? ഇടതുപക്ഷ ചായ്വ് സ്വാഭാവികമായി കോൺഗ്രസിന് ഉണ്ടാകും. കോൺഗ്രസിനാണ്. അപ്പൊ പാർട്ടി മുസ്ലിം ലീഗ് അല്ല, കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് അല്ല, ഇത് സാധ്യത കൂടുതൽ കോൺഗ്രസിനകത്തുള്ള ആർക്കോ തന്നെയാണ് ആണെന്നാണല്ലോ പിന്നെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. എന്തോ ഒരു ചെറിയ പശുവ് പറ്റിപ്പോയില്ലാന്ന് നമുക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞപ്പോൾ തീർന്നല്ലോ. അദ്ദേഹം പിന്നെ കോൺഗ്രസിന്റെ വക്താവല്ലേ, പ്രതിപക്ഷ നേതാവല്ലേ, ഏറ്റവും കൂടുതൽ അംഗസംഖ്യയുള്ള MLA-മാരുടെ ലീഡറല്ലേ. അദ്ദേഹം തന്നെ അഡ്മിറ്റ് ചെയ്തല്ലോ രാവിലെ. അപ്പൊ ഈ ചർച്ചയ്ക്ക് തന്നെ സ്കോപ്പില്ല. അദ്ദേഹം അഡ്മിറ്റ് ചെയ്തത് ഞങ്ങൾക്കൊരു പശുവ് പറ്റി കണ്ടുപിടിക്കാം. ഈ കോൺഗ്രസിനകത്താണെങ്കിൽ പുതിയ MLA-മാർക്കാണോ ഇതിനുള്ള സാധ്യത കൂടുതൽ, അതോ നേരത്തെ പരിചയസമ്പന്നരായ ആളുകൾക്കാണോ? ശ്രീ C. ദിവാകരൻ, താങ്കൾക്ക് അവരുമായി കൂടുതൽ അടുപ്പമുണ്ടല്ലോ, പഴയ ആളുകളുമായി പ്രത്യേകിച്ചും. പഴയ ആളിലും പുതിയ ആളിലും ഉണ്ട്. ഇടതുപക്ഷത്തോട് താല്പര്യമുള്ളവരും
ഇടതുപക്ഷ പ്രസ്ഥാനം മുമ്പോട്ട് വരണം, അതാണ് ഇന്ത്യയുടെ ഭാവി എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് കോൺഗ്രസിന്റെ പുതിയ തലമുറയും പഴയ ആളുകളും എല്ലാം ഉണ്ട്. അതൊക്കെ വസ്തുതയല്ലേ, എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളല്ലേ. പിന്നെ ആരുടെ കയ്യിലാണ് ഇന്ത്യ പോകാൻ പോകുന്നത്? ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ശക്തി പ്രാപിച്ച മതേതര ശക്തികളും കൂടി ഒന്നിച്ചു വരട്ടെ. ശരി, ഞാൻ തിരിച്ചു വരാം. ശ്രീ സി ദിവാകരൻ, താങ്കൾ ആ പേര് പറയുമെന്നാണ് ഞാൻ കരുതിയത്. ഞാൻ തിരിച്ചു വരാം അങ്ങയിലേക്ക്. ശ്രീ KVS ഹരിദാസ്, അതായത് നേരത്തെ ശ്രീ സി ദിവാകരനും അഭിപ്രായപ്പെട്ടത് തുടക്കത്തിലും അത് തന്നെയാണ്. ഈ LDF ആണ് എല്ലാം, ഇനി അങ്ങോട്ടുള്ള പ്രതീക്ഷ LDF-ൽ മാത്രമാണെന്ന് കരുതിയ കോൺഗ്രസ്സുകാരോ ആണ് ഈ വോട്ട് മാറി LDF-ന് ചെയ്തിരിക്കുന്നത്, അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തിരിക്കുന്നത്. ശ്രീ PM സുരേഷ് ബാബുവും പറഞ്ഞു ഇത് അറിയാതെ പറ്റിയതൊന്നും ആയിരിക്കില്ല എന്ന് വിശ്വസിക്കാനാണ് അദ്ദേഹത്തിനും താല്പര്യം. ശ്രീ O രാജഗോപാൽ അറിഞ്ഞുകൊണ്ട് തന്നെ LDF-ലേക്ക് മാറിയിരിക്കുന്നു. BJP തീരുമാനിച്ചിട്ടല്ല അദ്ദേഹം വോട്ട് ചെയ്തത്. അദ്ദേഹത്തിന് സ്വയം തോന്നിയിരിക്കുന്നു LDF ആണ് ഈ ഘട്ടത്തിൽ എൻ്റെ വോട്ട് കിട്ടാൻ അർഹർ എന്ന്. എന്തുകൊണ്ട് ഈ മാറ്റം? അല്ല, 2-3 വിഷയങ്ങളുണ്ട് ഇതിനകത്ത്. നമ്മൾ വളരെ ഗൗരവത്തിൽ കാണേണ്ട വിഷയങ്ങൾ തന്നെയാണത്. ഒന്ന്, തങ്ങൾക്ക് രാജഗോപാലിൻ്റെ വോട്ട് വേണ്ടാന്ന് രമേശ് ചെന്നിത്തല തലേന്ന് തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വോട്ട് വേണ്ട എന്ന് പറയുന്ന ഒരാൾക്ക് വോട്ട് കൊടുക്കണോ വേണ്ടയോ എന്നുള്ള കാര്യം നമുക്കറിയാം. അങ്ങനെയാണ് ഒരു ചിന്ത. രണ്ടാമത്തേത്, നമ്മൾ ഒരു രാജഗോപാൽ പ്രതിനിധീകരിക്കുന്നത് ഒരു കേന്ദ്രം ഭരിക്കുന്ന BJP ആണ്. ഞാൻ ആ തലത്തിൽ അതിനെ കാണാനാണ് ആഗ്രഹിക്കുന്നത്. കേന്ദ്ര സർക്കാർ ഈ കേരള ഗവൺമെൻറ്റിനോട് വച്ച് പുലർത്താൻ പോരുന്ന സമീപനം എന്താണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് കേന്ദ്ര സർക്കാർ ഈ പിണറായി ഗവൺമെൻറ്റിനെ കാണാൻ പോകുന്നത് എന്നതിൻ്റെ ഒരു വ്യക്തമായ സൂചനയാണ് രാജഗോപാൽ നൽകിയിട്ടുള്ളത്. അത് ഇപ്പോൾ രാജഗോപാൽ പാർട്ടിയോട് ആലോചിച്ചിട്ടില്ല, സ്വന്തം നിലയ്ക്ക് എടുത്തതാണെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അതിൽ ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട്. കാരണം രാജഗോപാൽ എത്ര മുതിർന്ന നേതാവാണെങ്കിലും ഇത്തരം ഒരു തീരുമാനം എടുക്കുന്ന സമയത്ത് പാർട്ടിയുമായിട്ട് കൺസൾട്ട് ചെയ്യേണ്ട അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എന്നതാണ് ഇത് ചെയ്യുന്നതാണ് നല്ലതെന്ന് അദ്ദേഹം പറഞ്ഞാൽ അംഗീകരിക്കുന്ന പാർട്ടി നേതൃത്വമേ കേരളത്തിലുള്ളൂ. അത്രയും സീനിയർ നേതാവാണ് അദ്ദേഹം. പക്ഷേ ആണെങ്കിൽ നമുക്ക് സംശയിച്ചുകൂടെ ശ്രീ ദിവാകരൻ പറഞ്ഞതുപോലെ LDF ആണ് കൂടുതൽ അഭികാമ്യം എന്ന ചിന്ത ശ്രീ രാജഗോപാലിന് പോലും ഉണ്ടായിരിക്കുന്നു. ശ്രീ രാജഗോപാലിന് ഉണ്ടായോ? ലാലെ, ഞാൻ അങ്ങനെയല്ല വിചാരിക്കുന്നത്. ഞാൻ അതിനെ വേറൊരു തലത്തിലാണ് കാണുന്നത്. നമ്മൾ വേറൊരു കാര്യം കൂടി ഇതിനു മുമ്പ് നടന്നത് നമ്മൾ ഈ സമയത്ത് മനസ്സിൽ കാണണം. മുഖ്യമന്ത്രിയായതിനു ശേഷം പിണറായി വിജയൻ ഡൽഹിയിൽ പോയിട്ട് നരേന്ദ്രമോദിയുമായിട്ടും അരുൺ ജെയ്റ്റ്ലിയുമായിട്ടും മറ്റും നടത്തിയ ചർച്ചകൾക്ക് ശേഷം അദ്ദേഹം തന്നെ പത്രലേഖകരോട് പറഞ്ഞ ചില വരികളുണ്ട്. നരേന്ദ്രമോദി പിണറായി വിജയൻ ഇത് നിങ്ങളുടെ കൂടി വീടാണ്, നിങ്ങളുടെ കൂടിയാണിത് എന്ന് പറഞ്ഞ 2 വാക്കുകളുണ്ട്. നിങ്ങൾ ഓർക്കേണ്ടതാണ് പ്രധാനമായിട്ട്. ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി പ്രതിപക്ഷം ഭരിക്കുന്ന അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന ഒരു ഗവൺമെൻറ്റിനോട് പുലർത്തുന്ന സമീപനം എന്താണെന്നാണ് അതിലൂടെ വ്യക്തമാക്കിയത്. അത് അതിനു മുമ്പ് നരേന്ദ്രമോദി ത്രിപുര ഗവൺമെൻറ്റിനോട് കാണിച്ചതാണ്. ത്രിപുരയിൽ അദ്ദേഹം പോയിരുന്നു, അവിടുത്തെ മന്ത്രിസഭാംഗങ്ങളുമായിട്ട് ഒന്നിച്ചിരുന്നിരുന്നു. ഡൽഹിയിൽ വരുമ്പോഴൊക്കെ തന്നെ ത്രിപുര മുഖ്യമന്ത്രിയുമായിട്ട് അദ്ദേഹം ആശയവിനിമയം നടത്താറുണ്ടായിരുന്നു. അപ്പോൾ ആ നിലയിലുള്ള ബന്ധം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അത് തുടരുകയാണ് അദ്ദേഹം പിണറായി വിജയനുമായിട്ട് കാണിച്ചത്. കാരണം കേരളത്തിന് സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്, വികസനങ്ങൾ ഞങ്ങളുടെ മുമ്പിലാണ്, വികസന സ്വപ്നങ്ങളുണ്ട്, നടത്തിക്കൊണ്ടുപോകാൻ പണമില്ല എന്ന് പറഞ്ഞ സമയത്താണ് നരേന്ദ്രമോദി പറഞ്ഞത് ഇത് നിങ്ങളുടെ കൂടി വീടാണ്, ഇത് നിങ്ങൾ കൂടി ഉള്ളതാണെന്നല്ല എൻ്റെ അർത്ഥം. അപ്പോൾ ആ ഒരു സമീപനം എന്തായാലും ഈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. ആ ഒരു സമീപനം ഇവിടെ തുടരും. ഈ ഗവൺമെൻറ്റിൻ്റെ നല്ല നടപടികൾ BJP-ക്ക് പോലും തീരുമാനിക്കാൻ ഇത്രയും ദിവസമായി സാധിച്ചില്ല. ശ്രീ O രാജഗോപാൽ നിയമസഭയ്ക്ക് അകത്ത് കയറി ശ്രീരാമകൃഷ്ണൻ വേണോ VP സജീന്ദ്രൻ വേണമോ എന്ന് സ്വയം ആലോചിച്ചപ്പോൾ അദ്ദേഹം എടുത്തൊരു തീരുമാനമായത് എങ്ങനെ നരേന്ദ്രമോദിയുടെ എൻ്റെ വീട് പോലെ കാണുമെന്ന പ്രസ്താവന മാത്രം അദ്ദേഹത്തിലേക്ക് വന്നതാണോ എന്നതാണ് സംശയം. ശ്രീ KVS ഹരിദാസ്, അവിടെ എനിക്കൊരു ചോദ്യം അങ്ങോട്ട് ഇപ്പോൾ ചോദിക്കാനുള്ളൂ. അങ്ങേക്കൊരു സംശയം, ആരെയാണ് ഈ വോട്ട് UDF-ൽ നിന്ന് മാറ്റി LDF-ലേക്ക് ചെയ്തത്? അത് കോൺഗ്രസിൽ നിന്നാവാനേ സാധ്യതയുള്ളൂ. എനിക്കൊരു ലാലെ, നമ്മളൊക്കെ മനസ്സിൽ കാണേണ്ട ഒരു ചിത്രമുണ്ട്. ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിട്ട് തിരഞ്ഞെടുത്ത ദിവസം മാതൃഭൂമി 1-ാം പേജിൽ കൊടുത്ത ഒരു ചിത്രം ലാല് കണ്ടിട്ടുണ്ടാവും. ഉമ്മൻചാണ്ടിയും സുധീരനും ചെന്നിത്തലയൊക്കെ ആഹ്ലാദിച്ച് മധുരം പങ്കിടുന്ന സമയത്ത് ഞാൻ ഈ നാട്ടുകാരനല്ല എന്ന നിലയിൽ തിരിഞ്ഞിരുന്ന മുരളീധരൻ്റെ ഒരു മുഖം നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഞാൻ മുരളിയാണിത് ചെയ്തതെന്നല്ല എൻ്റെ അർത്ഥം.
പക്ഷേ കോൺഗ്രസ്സിനകത്തുള്ള ഒരു 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 മാനസിക പ്രശ്നങ്ങളുടെ മുഖഭാവമാണ് അതിൽ കാണുന്നത്. അപ്പോൾ അത് നിസ്സാരമല്ല. കാരണം ഇപ്പോൾ 4ഉം 5ഉം തീയതികളിൽ ഇപ്പോൾ സുരേഷ് ബാബു കൂടിയുണ്ട്. 4ഉം 5ഉം തീയതികളിൽ KPCC യോഗം ചേർന്നിട്ട് തെരഞ്ഞെടുപ്പിലുണ്ടായ പാളി വിശദമായിട്ട് ചർച്ച ചെയ്യാൻ പോവുക. അതിന് തൊട്ട് മുമ്പ് ഈ 3 നേതാക്കന്മാർ, അവരാണ് കേരളത്തിൽ തെരഞ്ഞെടുപ്പിൻ്റെ ഉത്തരവാദിത്വം വഹിക്കുന്നത്, അതിൽ ജയമുണ്ടെങ്കിലും പരാജയമുണ്ട് ഞങ്ങൾക്കാണെന്ന് വ്യക്തമായിട്ട് പറഞ്ഞവരാ. സുധീരനും അതെ, ഉമ്മൻചാണ്ടി അതെ, രമേശ് ചെന്നിത്തലയും അതെ. ഈ 3 നേതാക്കന്മാർ ഒന്നിച്ച് ചേർന്നിട്ട് ഈ 4-5 തീയതികളിൽ നടക്കുന്ന KPCC യോഗത്തിന് മുമ്പ് അധികാരം പങ്കിടുന്ന ഒരു കാഴ്ചയല്ലേ നമ്മൾ കണ്ടത്? തീർച്ചയായിട്ടും അതൊരു ഗൗരവമുള്ള പ്രശ്നമാണ്. ശ്രീ അജിത് കുമാർ, ഞാൻ തിരിച്ചെത്താൻ മുമ്പ് ശ്രീ PM സുരേഷ് ബാബു, ഇവിടെ ശ്രീ KVS ഹരിദാസ് ഇപ്പോൾ ഒരു പേര് സൂചിപ്പിച്ചത് നമുക്ക് ചർച്ച ചെയ്യാതെ പോകാൻ സാധിക്കില്ല. ആ നിയമസഭയിൽ കണ്ട ആ മുഖത്തെ ചിത്രം, ശ്രീ K മുരളീധരൻ്റെ ചിത്രം, ഈ വോട്ട് ആരാണ് മാറ്റി ചെയ്തത് എന്ന ചോദ്യത്തിന് കോൺഗ്രസ്സുകാരാണ് ഇപ്പോൾ പ്രതിക്കൂട്ടിലാകുന്നത്. കോൺഗ്രസിൽ നിന്നുള്ള ഏതോ അംഗമാണ്. K മുരളീധരനാകാമെന്ന് പറയുന്നു, ശ്രീ രമേശ് ചെന്നിത്തലനാകാമെന്ന് ഇനി വേറെ ആരും ചിലപ്പോൾ പറഞ്ഞേക്കാം. തമാശയ്ക്ക് ആരോ പറയുന്നത് കേട്ടു ശ്രീ ഉമ്മൻചാണ്ടി തന്നെയായിരിക്കും ഇത് ചെയ്തതെന്ന്. ഇത് ഇങ്ങനെയുള്ള ആരുടെ പേരിലും ഈ വാള് വന്ന് വീഴുന്ന അവസ്ഥയുണ്ട്. എന്ത് മറുപടി? ഇതിനൊരു മറുപടി പറയേണ്ട ഒരു കാര്യമില്ല. UDF-നകത്തുള്ള 48 അംഗങ്ങളിൽ ശ്രീ 48-ൽ സജീന്ദ്രൻ വോട്ട് ചെയ്തില്ല. സജീന്ദ്രൻ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അദ്ദേഹം വോട്ട് ചെയ്തില്ല. ബാക്കി 47 അംഗങ്ങളിൽ ഏതെങ്കിലും ഒരാളായിരിക്കും, ഒരാൾ തന്നെയാണ് അത്. പിന്നെ ശ്രീ ദിവാകരൻ സൂചിപ്പിക്കുന്നത് പോലെ കോൺഗ്രസ് തന്നെ ആയിക്കൊള്ളണമെന്നില്ല, അത് കോൺഗ്രസ് ആയിക്കൂടായികയുമില്ല. അത് ശ്രീ KVS പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു വ്യക്തി ആയിക്കൊള്ളണമെന്നില്ല, ആയിക്കൂടായികയില്ല. ഞങ്ങളത് അന്വേഷിച്ച് കണ്ടുപിടിക്കും. അതായത് നിങ്ങളുടെ അന്വേഷണത്തിൽ കോൺഗ്രസ് പാർട്ടി, മുസ്ലിം ലീഗ്, കേരള കോൺഗ്രസ് മാണി, കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പ്, ഇങ്ങനെ നിങ്ങളുടെ കൂടെയുള്ള എല്ലാ പാർട്ടികളും അന്വേഷണത്തിൻ്റെ കീഴിലാണ്. വ്യക്തികളായ ശ്രീ K മുരളീധരൻ മുതലുള്ളവർ ഈ അന്വേഷണ പരിധിയിലാണ്. സംശയത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടോ ശ്രീ PM സുരേഷ് ബാബു? സംശയത്തിൻ്റെ മുമ്പിൽ നിന്ന് മാറി നിൽക്കുന്നവർ ആരുമെങ്കിലും ഉണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ല എന്നാണ് ഞാൻ മറുപടി പറയേണ്ടത്. പക്ഷേ എൻ്റെ മറുപടി അതല്ല. സംശയം ഞങ്ങൾക്ക് ആരിലുമില്ല, ഒരാളിലുമില്ല. ആരെങ്കിലും ഒരാൾ ഇതിനകത്ത് കുറ്റവാളിയായിരിക്കും, ആ കുറ്റവാളിയെ കണ്ടുപിടിക്കും. ശ്രീ C ദിവാകരൻ, താങ്കൾക്ക് എന്താണ് മനസ്സിലായത് KPCC ജനറൽ സെക്രട്ടറി PM സുരേഷ് ബാബു പറഞ്ഞതിൽ നിന്ന്? സുരേഷ് ബാബു പറഞ്ഞത് മലയാളത്തിൽ എനിക്ക് മനസ്സിലായില്ല. എന്താണ് പറഞ്ഞത്? ആരെയും സംശയമില്ല. പിന്നെ എങ്ങനെയാണ് ആരെങ്കിലും ഒരാളെ കുറ്റവാളിയായി കാണുന്നത്? ആരെയും സംശയമില്ല. ആരെങ്കിലും സംശയം വേണ്ടേ? സംശയം ഉള്ളതുകൊണ്ടല്ലേ അന്വേഷിക്കുന്ന പറയുന്നത്. സംശയത്തിന്റെ അടിത്തറയിലാണല്ലോ ഈ അന്വേഷണം നടക്കാൻ പോകുന്നത്. അങ്ങനെ ഒരു അന്വേഷണം ഉണ്ടെങ്കിൽ അപ്പോൾ ഒരു കുറ്റവാളി ഉണ്ടല്ലോ, ആ കുറ്റവാളി കോൺഗ്രസിന്റെ കൂടെയാണ്. അല്ലാതെ പറയാൻ പറ്റില്ലല്ലോ ഇപ്പോ. കാരണം രമേശ് ചെന്നിത്തല തന്നെ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് അബദ്ധം പറ്റിയതാണ്, എന്താണ് പറ്റിയെന്ന് പരിശോധിക്കാം. അവിടെ തീർന്നല്ലേ. ഇനിയിപ്പോ ആരാണെന്നുള്ള അവർക്കെല്ലാം അറിയാം, പരസ്പരം അറിയാം. ഞാൻ അതാണ് നേരത്തെ പറഞ്ഞത്. ഈ കൗണ്ടിങ്ങിന്റെ വോട്ട് എണ്ണി തീർന്ന് ഡിക്ലെയർ ചെയ്യുമ്പോൾ സാധാരണ കൗണ്ട് ഏജന്റുമാർ ഒബ്ജക്ഷൻ പറയും, സാർ ഇതിൽ ചില വോട്ടുകൾ സംശയമുണ്ട്, അതുകൊണ്ട് റീകൗണ്ട് ചെയ്യണം. അങ്ങനെ ഒരു കാര്യമില്ല. സ്മൂത്തായി, ഏറ്റവും മാതൃകാപരമായി, ഏറ്റവും മനോഹരമായി ജനാധിപത്യത്തിന്റെ ഏറ്റവും നല്ല നിമിഷങ്ങളായിരുന്നു സ്പീക്കറെ അനൗൺസ് ചെയ്ത്. O രാജഗോപാലിന്റെ വോട്ടോടുകൂടി, കോൺഗ്രസുകാരന്റെ വോട്ടോടുകൂടി തന്നെ ഒരു സർവസമ്മതനായ ഒരു സ്പീക്കറെ തെരഞ്ഞെടുത്തു എന്നുള്ള ഒരു കാര്യമല്ലാതെ ഇതിനകത്ത് വലിയ ഗവേഷണം നടത്തേണ്ടത് കാര്യമില്ല. കോൺഗ്രസിലെ ചില ആളുകൾ, പുരോഗമനവാദികൾ, ശ്രീരാമകൃഷ്ണൻ വോട്ട് ചെയ്തിരിക്കാം, BJP വോട്ട് ചെയ്തു, എല്ലാവരും പിന്നെ സന്തോഷമായിട്ട് പിരിഞ്ഞു, കാപ്പി കുടിച്ചു, എല്ലാവരും അദ്ദേഹത്തിന് നല്ല വാക്കുകളെല്ലാം പറഞ്ഞ് പിരിഞ്ഞതിന് ശേഷം ഇനി ഒരു അന്വേഷണം നടത്തി ഒരാളിനെ കണ്ടുപിടിക്കുന്ന പറഞ്ഞാൽ കണ്ടുപിടിച്ച് എന്ത് ചെയ്യാനാ? പക്ഷേ ശ്രീ C ദിവാകരൻ, ഇത് സ്പീക്കർ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് സർവകക്ഷികൾക്കും ഒരു പരമസമ്മതനായ ഒരാളിന് വോട്ട് ചെയ്യാമെന്നുള്ള ജനാധിപത്യത്തിൻ്റെ നല്ല വശം നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷെ വിപ്പ് ലംഘിച്ചിരിക്കുകയാണ് എന്ന് പറയുന്നത് ഒരു വളരെ ഗൗരവമായ കാര്യം തന്നെയല്ലേ? വിപ്പ് കൊടുത്തോ ഇല്ല എന്നുള്ളത് ഇനിയിപ്പോ ഈ കുറ്റവാളികളായ ആരെങ്കിലും കണ്ടെത്തുമല്ലോ. ആരെങ്കിലും ഒരാളുണ്ടല്ലോ, ആ ആളിനെ കണ്ടെത്തിയവർ പറയട്ടെ. അവര് ഇപ്പൊ ചെയ്യാൻ പോകുന്ന 4 മറ്റുള്ള 4-ാം തീയതി 5-ാം തീയതി കൂടിയിട്ട് ഒരു കമ്മിറ്റി എടുക്കും. കമ്മിറ്റി ആരെ എടുക്കണേ? കോൺഗ്രസ്സുകാരല്ലേ കമ്മിറ്റി, അവരെല്ലാം ഭൂരിപക്ഷം. അപ്പൊ കോൺഗ്രസ്സുകാർ കമ്മിറ്റി എടുത്ത് എങ്ങനെ വെളിയിൽ നിന്ന് ആരെങ്കിലും കൊണ്ട് കമ്മിറ്റി എടുത്ത് അന്വേഷിക്കാൻ പറ്റും? ഇത് രാഷ്ട്രീയ
പാർട്ടികളുടെ ആഭ്യന്തരമായ സംഘടനാ പ്രശ്നമല്ലേ? ഇതുമല്ല ജുഡീഷ്യൽ എൻക്വയറിയാണ്. വെളിയിൽ നിന്ന് ഒരു ഏജൻസി വെച്ച് അന്വേഷിക്കാൻ പറ്റും. അപ്പൊ അതിനകത്തൊരു നീക്കുപോക്കുകളെല്ലാം കാണും. മേലാലൊന്നും ചെയ്യരുത്, എല്ലാവർക്കും പറ്റിപ്പോയി, അത് പറ്റിയത് ഇനി മേലെ ആവർത്തിക്കണ്ട, അത് ആരാണെന്നൊന്നും പറയണ്ട, ഇതങ്ങ് ചാപ്റ്റർ ക്ലോസ് ചെയ്യുക, അതല്ലെങ്കിൽ ഇത് അവസാനിക്കുമോ എനിക്കറിയാതെ. ഞാൻ തിരിച്ചു വരാം ശ്രീ ദിവാകരൻ. ശ്രീ അജിത് കുമാർ, ഒരുപക്ഷെ ശ്രീ ദിവാകരൻ പോലും ആശംസിക്കുന്നത് ഒരു തെറ്റുപറ്റിയതല്ലേ എന്ന് പറഞ്ഞ ഒരു കണ്ടുപിടിച്ച ഒരു നീക്കുപോക്കിലൂടെ അവർ തിരുത്തട്ടെ എന്നുള്ളതാണ്. പക്ഷേ ആ ഒരു ആശ പോലും ശ്രീ സുരേഷ് ബാബു നേരത്തെ പറഞ്ഞതിനകത്തില്ല. ഒരു ഇടത് ചായ്വോടുകൂടി മനഃപൂർവ്വം പോയവരാണെങ്കിൽ അവർ എന്നും ആ വശത്തേക്ക് തന്നെ തിരിഞ്ഞിരിക്കാം. ശ്രീ KVS ഹരിദാസ് സംശയിച്ചതുപോലെയുള്ള പേരുകൾക്ക് വേണമെങ്കിൽ അതിനുള്ള സാധ്യതയുണ്ട്, മുൻകാല ചരിത്രവുമുണ്ട് ആ പക്ഷത്തേക്ക് നോക്കിയതിൻ്റെ കൂടെ നിന്നതിൻ്റെ. എന്തു പറയും ഡോക്ടർ ലാൽ? ബഹുമാനായ ശ്രീ സി ദിവാകരൻ പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായും യോജിക്കുകയാണ്. ഒന്നാമത് ഇതിപ്പോൾ അത്ര ഒരു നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പ്രാധാന്യം കുറച്ച് കാണിക്കുകയല്ല. പക്ഷേ എങ്കിൽ പോലും ഏതാനും ഇതെല്ലാം സംഖ്യകളുടെ കളിയാണല്ലോ. അപ്പോൾ ഇപ്പോൾ ഈ കഴിഞ്ഞ 2011 തെരഞ്ഞെടുപ്പിൽ 68, 72 സീറ്റുകളുടെ വ്യത്യാസത്തിൽ 4 സീറ്റിൻ്റെ വ്യത്യാസത്തിൽ ഭരണം LDFന് നഷ്ടപ്പെടുകയും UDF ഭരണത്തിലേക്ക് വരികയും ചെയ്തപ്പോഴുള്ള സാഹചര്യമൊന്നും അല്ല ഇപ്പോൾ 2016 വലിയ ഭൂരിപക്ഷം തന്നെയാണ് LDFനുള്ളത്. അപ്പോൾ ഇപ്പോൾ ഒരു വോട്ടൊന്നും ഇവിടെ നിർണായകമാകുന്നില്ല. ഒരു പക്ഷേ പ്രതികാരത്തിന്റെ ഒരു സ്വഭാവം ഇടതുപക്ഷം കാണിച്ചിട്ടുണ്ടോ എന്ന് വേണമെങ്കിൽ അങ്ങേക്ക് സംശയിക്കാം. ആർ സെൽവരാജിനെ അന്ന് കടത്തിക്കൊണ്ടു പോയത് ഞാൻ അതിലേക്ക് വന്നോട്ടെ. ഇപ്പോൾ ഇവിടെ ഒരു സെൽവരാജൻ്റെ സെൽവരാജ് പ്രസക്തമാകുന്ന സാഹചര്യം ഒന്നും ഇവിടെ ഇല്ല എന്ന് തന്നെയല്ല. ഇപ്പോൾ ഈ ഒരാളെ ഇടതുപക്ഷത്തു നിന്ന് ഈ UDFയിൽ നിന്ന് അങ്ങോട്ട് റാഞ്ചിക്കൊണ്ട് പോയിട്ട് ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടൊരു വോട്ട് ചെയ്യിക്കുന്നതുകൊണ്ട് ഭരണപക്ഷത്തിന് ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു നേട്ടവും സംഭവിക്കാൻ പോകുന്നില്ല. മറുഭാഗത്ത് ഒരു വോട്ട് കുറഞ്ഞതുകൊണ്ട് UDFനും പ്രതിപക്ഷത്തിരിക്കുന്ന UDFനും ഒരു ക്ഷീണവും സംഭവിക്കുന്നില്ല. പക്ഷേ ഇതിനകത്തുള്ള വേറൊരു വലിയ ഒരു കാര്യം ഉണ്ട്. ഇത് മനഃപൂർവ്വമായാലും അല്ലെങ്കിൽ ഇത് ഉണ്ടാകാൻ പാടില്ലായിരുന്നു. അതാ പറഞ്ഞ് തെരഞ്ഞെടുത്ത് വിട്ട ജനങ്ങളോട് ജനപ്രതിനിധികളിൽ ആരോ ഒരാൾ കാണിച്ച ഇന്ന് പറ്റിയ ഒരു അബദ്ധം അത് അന്ന് കാണാം. അതല്ലെങ്കിൽ മനഃപൂർവ്വം എന്ന് പറയാം. പക്ഷേ മനഃപൂർവ്വം എന്ന് പറയാനും മാത്രമുള്ള ഒരു ദീർഘദൃഷ്ടിയോടുകൂടി ഒന്നും എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ കഴിയില്ല. എനിക്ക് മുഴുവൻ തരുമോ? എനിക്ക് സമയം തന്നില്ല. അല്ല പറഞ്ഞ സാർ, എനിക്ക് കഴിഞ്ഞ തവണയും കഴിഞ്ഞ ബ്രേക്കിനും എനിക്ക് തന്നില്ല അവസരം. ഇതൊന്നും പൂർത്തിയാക്കാൻ അല്ലല്ല പറയട്ടെ. ബ്രേക്കിന് പോയില്ല. അതിന് മുമ്പ് തന്നെ എൻ്റെ മൈക്ക് ഗ്രാബ് ചെയ്തു പോട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നാൽ അതല്ല എന്ന് തന്നെയല്ല. ഇതിനകത്ത് വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് ഡോക്ടർ ലാൽ. ഈ പറഞ്ഞ പോലെ ഞാൻ ബഹുമാനായ ശ്രീ സി ദിവാകരനോട് യോജിക്കുന്നു എന്ന് പറയുമ്പോൾ എനിക്കൊരു വിയോജിപ്പൂടെ രേഖപ്പെടുത്തുന്നുണ്ട് ശ്രീ KVS ഹരിദാസിനോട്. അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ കണ്ടില്ലേ, മുഖ്യമന്ത്രിയായ ഉടനെ അങ്ങോട്ട് ഡൽഹിയിലേക്ക് വന്നു, പ്രധാനമന്ത്രിയെ കണ്ടു. ഈ കേർട്ടസി കോളും ഈ പറഞ്ഞ ഔപചാരികതയൊക്കെ ഏത് മുഖ്യമന്ത്രി ഏത് മന്ത്രി അല്ലെ തിരഞ്ഞെടുക്കപ്പെട്ട ഏത് ജനപ്രതിനിധി ആരോട് ഏത് കാലത്ത് കാണിക്കാതിരുന്നിട്ടുള്ളത്? മറ്റൊന്ന് പ്രധാനമന്ത്രി പറഞ്ഞു, അല്ലല്ല പറയട്ടെ, അല്ല അദ്ദേഹം പറഞ്ഞതിന് അനുബന്ധമായിട്ട് ശ്രീ ഒ രാജഗോപാൽ വോട്ട് ചെയ്തതാണ് കൂടുതലും ചർച്ച ചെയ്യേണ്ടത്. UDFന്റെ ഒരു വോട്ട് എവിടെ പോയി എന്നുള്ളതല്ല. ശ്രീ ഒ രാജഗോപാൽ ആർക്ക് വോട്ട് ചെയ്യുന്നുള്ളത് കേരളത്തിലെ ഇനിയും വരാൻ പോകുന്ന ഭാഗം കാരണം എനിക്ക് പറയാൻ അവസരം തരും. ബഹളം ഒന്നും വെക്കുന്നത്, എനിക്ക് പറയാൻ അവസരം തരുമോ പ്ലീസ്? ഇല്ലെങ്കിൽ ഞാൻ അങ്ങ് പോയേക്കാം. ശ്രീ അജിത് കുമാർ, പ്ലീസ് ഡോണ്ട് ഇന്ററപ്റ്റ് പ്ലീസ്. കാരണമില്ല. സി ചോദ്യങ്ങൾ മാത്രം, ഉത്തരം കൂടെ കേൾക്കൂ. അല്ലല്ല പറയട്ടെ, ചർച്ചയ്ക്ക് വരുന്നതാണ് ഞാൻ പറഞ്ഞല്ലോ. ശ്രീ അപ്പോൾ പ്രധാനമന്ത്രിയോട് പോയി കണ്ടു എന്ന് പറഞ്ഞ് എല്ലാ മുഖ്യമന്ത്രിമാരും എല്ലാ കാലത്തും ഈ കേർട്ടസി കോൾ ഈ ഔപചാരികത്തെയൊക്കെ നടത്താറുണ്ട് എന്ന് തന്നെയല്ല. ശ്രീ KVS വലിയ കാര്യമായിട്ട് പറഞ്ഞു. ക്ഷമിക്കുക ബഹുമാനപ്പെട്ട ശ്രീ KVS, പ്രധാനമന്ത്രി പറഞ്ഞു ഇത് നമ്മുടെ തറവാടല്ലേ. ഞാൻ ഇടപെടും. കാരണം KVS ഹരിദാസ് പറഞ്ഞ ആ വിഷയത്തിലേക്കല്ല നമ്മുടെ ചർച്ച പോകുന്നത്. എന്റെ ചോദ്യം, ഈ രാജഗോപാലിന്റെ വോട്ട് LDFിലേക്ക് വന്നു, അത് എന്തുകൊണ്ട് എന്ന ചോദ്യം അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു. പക്ഷേ എന്റെ മറ്റേ ചോദ്യത്തിലുള്ള ഉത്തരം അങ്ങ് ഒരിക്കലും പറയുന്നില്ല. ഈ ഇടതുപക്ഷത്ത് ആരുടെ വോട്ട്? ശ്രീ KVS കബഡി നടത്തിയോ? ഇപ്പം ഇവിടെ കെ മുരളീധരന്റെ ആണെന്ന് വികാരം കൊള്ളുന്ന താങ്കൾക്ക് മറ്റൊന്നും കൊണ്ടല്ല, എനിക്ക് പറയാൻ അവസരം തരാത്തോണ്ടാണ് വികാരം കൊള്ളുന്നത്. പറയട്ടെ. ഇപ്പൊ കോൺഗ്രസിലെ ഏതെങ്കിലും 22 പേരിൽ ഒരാളാണെന്നോ 22 പേരാണെന്നുള്ളതോ അല്ലെങ്കിൽ മാണി ഗ്രൂപ്പിലെ 6 പേരോ ലീഗിലെ 18 പേരോ അല്ലെങ്കിൽ അനൂപ് ജേക്കബോ ആണെന്നൊന്നും നമുക്ക് ആർക്കും പ്രശ്നം വെച്ച് തീരുമാനിക്കാൻ കഴിയില്ല. അതിനെക്കുറിച്ച് അന്വേഷണം നടക്കുന്നതാണ് KPCCയുടെ ജനറൽ സെക്രട്ടറിയായ ശ്രീ അഡ്വക്കേറ്റ് സുരേഷ് ബാബുവും പറഞ്ഞത്. പക്ഷേ അതിനകത്ത് ഒരു ന്യായവുമില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. അവിടെ സംശയത്തിന്റെ ഒരു ആനുകൂല്യം കൊടുക്കേണ്ട, എല്ലാവരും സംശയത്തിന്റെ മുൾമുനയിൽ തന്നെയാണ് എന്നും അദ്ദേഹം പറഞ്ഞിട്ടാണ് മറ്റു കാര്യങ്ങൾ പറഞ്ഞത്. ഒന്നാമത് ഞാൻ പറഞ്ഞത് ബഹുമാന്യ ശ്രീ ദിവാകരൻ പറഞ്ഞ പോലെ ഇതൊരു വലിയൊരു ക്രിട്ടിക്കൽ സാധനമൊന്നും അല്ല ഈ സ്പീക്കർ തെരഞ്ഞെടുപ്പ് ഇത്തവണത്തെ. അതാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത്. പിന്നെ ഈ പറഞ്ഞതുപോലെ ശ്രീ പിണറായി വിജയൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ചെന്ന് കണ്ടു. അതിൻ്റെ ഒരു റെസ്പോൺസ് ആയിട്ടാണ് ശ്രീ രാജഗോപാൽ ഇപ്പോൾ LDFനോടൊപ്പം
നിൽക്കുന്നത് എന്നൊക്കെ പറയുന്ന ഫാർഫെച്ച്ഡ് തിയറിയോട് എനിക്ക് യോജിക്കാൻ കഴിയുന്നില്ല. തീർച്ചയായിട്ടും അത് വളരെ പ്രസക്തം തന്നെയാണ്. ശ്രീ KVS അതിന് അടുത്ത മറുപടി പറയുകയും ചെയ്യും. ശ്രീ SR ശക്തിധരൻ, താങ്കൾ ഇപ്പോൾ ഈ പറഞ്ഞ ജെ അജിത് കുമാർ പറയാതെ വിട്ട ഒരു കാര്യത്തോട് താങ്കൾക്ക് പ്രതികരിക്കാവുന്നതാണ്. ശ്രീ മുരളീധരനെ പോലെയുള്ളവർ, ചിലരാരൊക്കെയോ പറയുന്നത് കേട്ടു, ശ്രീ VT ബൽറാം എവിടെയോ ശ്രീ പിണറായി വിജയനുമായി ഉള്ള വേദികൾ പങ്കിടുന്നതിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ പണ്ടുണ്ടായിരുന്നു, ഇനി അദ്ദേഹമോ മറ്റോ ആണോ എന്ന്. ഇങ്ങനെ ആളുകളെ സംശയിക്കത്തക്കവണ്ണം ഒരു പ്രശ്നം ഉണ്ടാക്കി വെച്ചിട്ട് ഇത് നിർണായക തെരഞ്ഞെടുപ്പല്ല, ഇതിനകത്ത് ഈ വോട്ടിനെ കുറിച്ചുള്ള എണ്ണം ഇവിടെ ചർച്ച ചെയ്യേണ്ടതില്ല എന്ന് ശ്രീ അജിത് കുമാർ പറയുന്നതിനോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? ഏത് പേരുകളിലാണ് താങ്കളുടെ ഈ നിമിഷത്തിലെ ശ്രദ്ധ പറയുന്നതിനോട് യോജിക്കുകയോ വിയോജിക്കുകയുള്ള പ്രശ്നമൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഇവിടെ ഇന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ വളരെ ബോധപൂർവം UDFിൻ്റെ ഭാഗത്തു നിന്ന് ആരോ ഒരാൾ വോട്ട് ചെയ്തിരിക്കുന്നു LDFനെ. അത് ബോധപൂർവ്വം എങ്ങനെ പറയാൻ പറ്റും സാർ? അത് ബോധപൂർവമാണെന്ന് സംശയിച്ചത് KPCC ജനറൽ സെക്രട്ടറി കൂടിയാണ്. ഇപ്പോൾ ഇവിടെ സുരേഷ് ബാബു പറഞ്ഞത് എന്താ? ആരെയും സംശയിക്കാവുന്ന, അത് വളരെ ആത്മാർത്ഥമായ സമീപനമാണ് KPCC ജനറൽ സെക്രട്ടറി PM സുരേഷ് ബാബു പറഞ്ഞത്. അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിൽ ഇനി ആത്മാർത്ഥമായിട്ടല്ലാതെ ശ്രീ SR ശക്തിധരൻ എന്നുള്ളത് സുരേഷ് ബാബുവിന്റെ വാക്കിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിവില്ലാത്തവരൊന്നും അല്ല ഞങ്ങൾ. അത് നിസ്സാരമായി KPCC കാണുന്നില്ല. KPCC അത് ഇനി ആർക്കെങ്കിലും അബദ്ധം പറ്റിയതാണെങ്കിലും അതിനെ നിസ്സാരമായി കാണുന്നില്ല ശ്രീ അജിത് കുമാർ. അതാണ് മനസ്സിലാക്കുന്നത്. ഗൗരവമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഗൗരവമുള്ള ഒരു സ്ഥാനത്തിരിക്കുന്ന ആളാണ് പറഞ്ഞത്. അങ്ങനെ പറയരുത്. അത് വ്യക്തിപരമായിട്ട് എന്നെ അപമാനിക്കുന്നില്ല. എന്തും വിളിച്ചു പറയാനല്ല ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. എനിക്ക് എന്റേതായ നിലപാട്. ശ്രീ അജിത് കുമാർ, അത് വ്യക്തിപരമായിട്ടല്ല. ഇപ്പോ ശ്രീ PM സുരേഷ് ബാബു പറഞ്ഞു, ശ്രീ SR PM സുരേഷ് ബാബു പറഞ്ഞത് KPCC അതിനെ നിസ്സാരമായി കാണുന്നില്ല, അവർ ഗൗരവമായി അതിനെ അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ അന്വേഷണം ഏത് ഭാഗത്തേക്ക് പോകുമെന്ന് ഒരു ചർച്ചയിൽ നമുക്ക് അന്വേഷിക്കാവുന്നതാണ്. അതിനുള്ള സാധ്യത കോൺഗ്രസിൽ നിന്ന് തന്നെയാണ് എന്നാണ് C ദിവാകരനും ശ്രീ KVSും സംശയിച്ചത്. അപ്പോൾ ആ നിലയ്ക്ക് കോൺഗ്രസിൽ ഏത് ഭാഗത്തു നിന്നാണ്, പുതിയ ആളുകളിൽ നിന്നാണോ പഴയ ആളുകളിൽ നിന്നാണോ എന്നൊരു സംശയം വരാം. ഇപ്പോൾ ഡോക്ടർ ലാൽ പറഞ്ഞ ഒരു പേരുടെ എടുത്തിട്ടല്ലോ ഇപ്പോൾ VT ബൽറാമിന്റെ. VT ബൽറാം അങ്ങനെ ചെയ്തു എന്നല്ല ഞാൻ പറഞ്ഞത്. ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ ആ യുവ MLA ദൃഢപ്രതിജ്ഞയാണ്, സഗൗരവ പ്രതിജ്ഞയാണ് ചെയ്തത്. അദ്ദേഹം അതായത് ദൈവനാമത്തിലല്ല ചെയ്തത്, അല്ല PC ജോർജ് പോലെ ദൃഢപ്രതിജ്ഞ ദൈവനാമത്തിൽ ചെയ്തതല്ല. അല്ല അതുകൊണ്ട് തന്നെ അല്ല പറയട്ടെ, അല്ല അപ്പോൾ അതുകൊണ്ട് മാത്രം ഒരാളെ ഇടതുപക്ഷ ആഭിമുഖ്യം പുലർത്തുന്നു എന്നൊക്കെ പറയുന്നത് അത് ഈ മുമ്പേ ശ്രീ ഞാൻ കേട്ട ഒരു കാര്യത്തിന് അങ്ങ് അടിവര ഇട്ടുകൊണ്ട് അങ്ങ് കേട്ട ഒരു കാര്യം കൂടി പറഞ്ഞപ്പോൾ അത് ആളുകൾക്ക് മനസ്സിലായി. ഇല്ല അങ്ങനെയൊക്കെ നമ്മൾ എന്തിനാ സാറേ കാടടച്ച് ഓടി വെക്കുന്നത്? ഇതൊക്കെ ഇറ്റ്സ് ഓൾ റബിഷ്. അജിത് കുമാർ, ഒരു പേര് പറയൂ, ആരാണ് ആ വോട്ട് ചെയ്തത്? ഡോക്ടർ ലാൽ, താങ്കൾ എന്നെക്കാളും നല്ല സെഫോളജിസ്റ്റ് ആണ്. ഞാൻ വെറും ഒരു മാധ്യമ പ്രവർത്തകനാണ്. താങ്കൾ എത്രയോ വോട്ട് ചെയ്ത് അപ്പുറത്ത് ഇടുന്നത് സെഫോളജി. നമ്മൾ ആങ്കർമാരെയൊക്കെ സൂചിപ്പിക്കേണ്ട കാര്യം അല്ലല്ല, നമുക്ക് പറയാനുള്ളത് എനിക്ക് പറയാനുള്ളതാണ് പറയുന്നത്. അറിയാൻ പറ്റും. ശ്രീ PM സുരേഷ് ബാബു, താങ്കൾ ഇതിനകത്തുനിന്ന് രക്ഷപ്പെട്ടു പോകാനും പാടില്ലാത്തതാണ്. അങ്ങേക്ക് ഒരുപക്ഷെ ഈ ചർച്ചയിൽ കൂടുതൽ സമയം കിട്ടാതിരിക്കുന്നതാണ് അങ്ങ് ചിലപ്പോൾ ആഗ്രഹിക്കുക. പക്ഷേ എനിക്ക് അങ്ങയിൽ നിന്ന് അറിയേണ്ടതായിട്ടുള്ള കാര്യം, ഈ അന്വേഷണ പരിധിയിൽ വ്യക്തികളും വരും, ആരും സംശയത്തിൻ്റെ മുൾമുനയിലല്ല എന്ന് പറയുമ്പോൾ നാളെയും മറ്റന്നാളും നിങ്ങളുടെ KPCCയുടെ നിർണായകമായ യോഗത്തിൽ നിങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്നത് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള പാളിച്ചകളൊക്കെയാണ്. അവിടെ ശ്രീ KVS നേരത്തെ പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ നേരത്തെ ആരോ ചൂണ്ടിക്കാട്ടിയതുപോലെ, ഈ നേരത്തെ ഉണ്ടായിരുന്ന നേതാക്കൾ തന്നെ കാര്യങ്ങളൊക്കെ വീതിച്ചെടുത്തതിന് ശേഷം നിയമസഭ കൂടുന്നു, പ്രതിപക്ഷ നേതാവ്, പഴയ നേതാവ് തന്നെ, നേതാക്കളിൽ ഒരാൾ തന്നെ പ്രതിപക്ഷ നേതാവാകുന്നു, അദ്ദേഹം തന്നെ പറയുന്നു ഇതാ ഇങ്ങനെ ഒരു കാര്യം നടന്നിട്ടുണ്ട്, വോട്ടിൽ മറിച്ച് കൊടുത്തത് ആരാണെന്നുള്ളത് കണ്ടുപിടിക്കും, അവർ കണ്ടെത്താൻ പോകുന്നു. ആ ചർച്ചയ്ക്കൊക്കെ എന്ത് പ്രസക്തിയാണ് നാളെ മുതൽ നടക്കുന്ന യോഗങ്ങളിലൊക്കെ ഉണ്ടാകുക? അല്ല, നാളെ ഞങ്ങൾ നടത്തുന്നത് ഒരു റിട്രോസ്പെക്റ്റീവ് ആയിട്ടുള്ള ചില കാര്യങ്ങളാണ്. അത് ഞങ്ങളുടെ സംവിധാനത്തിന്, രാഷ്ട്രീയ സംവിധാനത്തിന് അനിവാര്യമാണെന്ന് പാർട്ടി നേതൃത്വത്തിന് തോന്നുന്ന കാര്യങ്ങളായതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ഒരു തീരുമാനമെടുത്തത്. അതിനകത്ത് നമ്മളൊരു പൊതു ചർച്ച ആഗ്രഹിക്കുന്നില്ല. പൊതു ചർച്ചയും മാധ്യമ ഇൻവോൾവ്മെൻറ്റും നാളത്തെ കാര്യത്തിൽ ഞങ്ങൾ വേണ്ടെന്നും വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിനകത്ത് വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി ആലോചിക്കേണ്ടത്. ഇന്ന് നടന്ന സംഭവങ്ങളൊന്നും നാളത്തെ ചർച്ചയിൽ ഗൗരവസ്ഥാനം പിടിക്കപ്പെടില്ല. പക്ഷേ എൻ്റെ ഒരു സംശയം അതല്ല, ഒരു പക്ഷേ നിങ്ങളിൽ പലരും തന്നെ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അഭിപ്രായപ്പെട്ടത്, വളരെ സത്യസന്ധമായ നിരീക്ഷണങ്ങൾ വന്നത്, ഈ കോൺഗ്രസിൽ നിന്ന് ഈ ഒഴുക്കുണ്ടാകുന്നു, BJPയിലേക്ക് തന്നെ ആളുകൾ പോകുന്നു എന്നുള്ളതാണ്. അത് LDFനും കുറേ വോട്ടുകൾ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കോൺഗ്രസിൽ നിന്ന് തന്നെ UDFിൽ നിന്ന് തന്നെ ഒഴുകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതാ നിയമസഭ കൂടിയപ്പോൾ അതിലെ ഒരംശം, ഒരു വോട്ട് മാറി LDFിലേക്ക് പോയിട്ടുണ്ട്. അത് നിങ്ങളുടെ കണ്ണ് വീണ്ടും തുറപ്പിക്കുകയും ഈ കാര്യങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്യേണ്ടതാണെന്ന് തോന്നിപ്പിക്കുകയും ചെയ്യുന്നതല്ലേ ശ്രീ സുരേഷ് ബാബു? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യത്തിൽ വളരെ ഗൗരവമായിട്ട് ഇതിനെടുത്തിട്ടുണ്ട്.
ഞങ്ങളുടെ ഒരു പശ്ചാത്തലം ഞാൻ കഴിഞ്ഞ ഒരു ചർച്ചയിൽ ഞങ്ങൾ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. 1947 സ്വാതന്ത്ര്യം കിട്ടി, 50 ഭരണഘടന രൂപപ്പെടുത്തി, തിരഞ്ഞെടുപ്പ് വന്ന കാലഘട്ടം മുതൽ സാമാന്യേന എല്ലായിടത്തും, എക്സെപ്ഷണൽ കേസസ് ഉണ്ട് കേരളം പോലെയുള്ള ചില സംസ്ഥാനങ്ങൾ, കോൺഗ്രസ് ഒരു ഭരണകക്ഷിയായിരുന്നു. ആ ഭരണകക്ഷിയുടെ ഭാഗമായിട്ടാണ് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം. കേരളത്തിലെയോ ഇന്ത്യയിലെയോ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളോ പിന്നീട് രൂപപ്പെട്ട ഇപ്പോഴത്തെ BJPയും പഴയ ജനസംഘവും ഒന്നും ഭരണകക്ഷി എന്നുള്ള നിലയിലുള്ള ഒരു സംവിധാനത്തിലൂടെ വളർന്നു വന്ന പാർട്ടിയല്ല. അവരെല്ലാം പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് പ്രതിപക്ഷ രാഷ്ട്രീയത്തിൻ്റെ എല്ലാ വ്യക്തതകളും തിക്തതകളും അനുഭവിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനങ്ങളാണ്. അപ്പം ഞങ്ങളിൽ ഇപ്പോൾ പ്രതിപക്ഷത്തേക്ക് ഞങ്ങളിങ്ങനെ കുറച്ച് പോയി വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് നേരത്തെ ഭരണത്തിൻ്റെ ആലസ്യത്തിൽ നിന്നിരുന്ന ആളുകളിൽ ചിലർ അങ്ങോട്ടേക്ക് ഒഴുകും, ഇങ്ങോട്ടേക്ക് മാറും, ഇത് നിൽക്കേണ്ടത് സംവിധാനമല്ലെന്നൊക്കെ തോന്നും. അതിനെ മുൻകൂട്ടി കണ്ടുകൊണ്ട് കഴിയാവുന്നിടത്തോളം ജനങ്ങളെ തടയിടുകയും ജനങ്ങളെ ജനാധിപത്യത്തിലും സോഷ്യലിസത്തിലും മതേതരത്വത്തിലുമൊക്കെ വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രമാണത്തിൻ്റെ ഭാഗമാക്കി മാറ്റാനുള്ള കഠിന ശ്രമത്തിലേക്കാണ് കോൺഗ്രസ് പാർട്ടി ഇന്ത്യ രാജ്യത്ത് നീങ്ങുന്നത്, കേരളത്തിലേക്ക് നീങ്ങുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ വോട്ട് ചോർച്ചയിൽ അങ്ങ് പറഞ്ഞ ഈ സിദ്ധാന്തം അനുസരിച്ചാണ് ചിന്തിക്കുന്നതെങ്കിൽ അധികാരത്തിൻ്റെ കൂടെ നിന്നവർ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന പരിചയസമ്പന്നരായ ഏതോ അംഗങ്ങളായിരിക്കണം. അവർക്കിപ്പോൾ അധികാരമില്ലാതെ പ്രതിപക്ഷത്തേക്ക് നിൽക്കാൻ വലിയ താല്പര്യമില്ലാതെ വരുന്നു. അതുകൊണ്ട് സീനിയറായ ആരോ ആണോ അപ്പുറത്തേക്ക് കളം മാറി ചവിട്ടിയിട്ടുണ്ടാകുക നിഗമനത്തിൽ നിങ്ങൾ എത്തുന്നത്? നിങ്ങൾ ഈ 45 മിനിറ്റല്ല 45 മണിക്കൂർ എന്നോട് ചർച്ച ചെയ്താലും എന്നിൽ നിന്ന് ഒന്നും കിട്ടില്ല. അത്ര അങ്ങനെ ഒരു ആഗ്രഹത്തോട് അല്ല, അങ്ങനെ ഒരു ആഗ്രഹത്തോടു കൂടി എന്നോട് ഈ ചോദ്യങ്ങൾ ചോദിക്കേണ്ടുന്ന കാര്യമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളിത് പിന്നെ ഒരു നിസ്സാരമായ കാര്യമായി കാണുന്നില്ല. ന്യൂമറിക്കലി യാതൊരു ഇമ്പോർട്ടൻസ് ഇല്ലെങ്കിൽ പോലും ഞങ്ങളെ കൂടെ നിന്നിട്ടുള്ള ഒരാൾ മാറിച്ചപ്പുറത്ത് വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഗുരുതരമായൊരു വീഴ്ചയായിട്ട് തന്നെയാണ് രാഷ്ട്രീയമായി കാണുന്നത്. രാഷ്ട്രീയമാണല്ലോ ഇതിനകത്തുള്ള പ്രാധാന്യം. ഇതുകൊണ്ട് പിന്നെ ശ്രീരാമകൃഷ്ണൻ്റെ വിജയം പരാജയമാവുകയില്ല, അല്ലെങ്കിൽ മറ്റേ നമ്മുടെ എതിർ സ്ഥാനാർത്ഥി സജീവൻ ജയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. എന്നാലും ഒരു രാഷ്ട്രീയ സംവിധാനത്തിൽ സംഭവിക്കാൻ പാടില്ലാത്തതാണ്. അത് സംഭവിക്കാൻ പാടില്ല എന്നുള്ള ദൃഢമായ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഞങ്ങളത് ഗൗരവത്തിൽ തന്നെ കാണും. ശ്രീ KVS ഹരിദാസ്, നേരത്തെ താങ്കൾ പറഞ്ഞു ഈ ശ്രീ രാജഗോപാൽ എടുത്ത തീരുമാനം നരേന്ദ്രമോദിയുടെ മായി പിണറായി വിജയൻ നടത്തിയ ആ ഒരു കൂടിക്കാഴ്ചയ്ക്ക് ശേഷമുള്ള ഒരു ശുഭാന്തരീക്ഷത്തിനോട് ഒപ്പം നിൽക്കുന്നതാണ് എന്ന് പറഞ്ഞു. പക്ഷെ അതിന് മറ്റൊരു രീതിയിൽ വായിക്കുന്നവരുണ്ട്. കഴിഞ്ഞ 4-5 വർഷം ഒന്ന് ആഡ് ചെയ്ത് ഇപ്പോൾ BJPക്കകത്ത് തന്നെ അത് സംബന്ധിച്ചുള്ള വലിയ സംവാദം നടക്കുന്നു എന്നാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ട്. രാജഗോപാൽജി ചെയ്തത് ശരിയായില്ല എന്ന് പറയുന്ന മറ്റേ BJP നേതാക്കന്മാർ അതിനകത്തുണ്ട്. അവരതിനെ വിമർശിക്കുന്നുണ്ട്. ആ വിമർശനം ആ പാർട്ടിക്കകത്തും വളർന്നു വന്നു. അത് തീർച്ചയായും ശ്രീ KVS നേരത്തെ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. അങ്ങനെ ചെയ്തത് ശരിയായില്ല, പാർട്ടി ഇവിടെ ഉണ്ട്, പാർട്ടിയുമായി ആലോചിച്ചിട്ട് പാർട്ടി പറഞ്ഞിട്ട് വേണമെങ്കിൽ ചെയ്തോളൂ, പാർട്ടിയുടെ വില കൽപ്പിക്കാതെ ചെയ്തത് ശരിയായില്ല, അതാണ് KVS പറഞ്ഞത്. പക്ഷേ ശ്രീ KVS ഹരിദാസ്, മറ്റൊരു നിരീക്ഷണം കൂടിയുള്ളത് ഞാൻ പറയട്ടെ. നേരത്തെ ശ്രീ SR പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് ഇപ്പോൾ BJPയിൽ നടക്കുന്ന ചർച്ച. മറ്റൊന്ന്, കഴിഞ്ഞ 5 വർഷം BJP ചെയ്തത് എന്താണ്? അന്നത്തെ കേരളത്തിലെ പ്രതിപക്ഷത്തെ അടിച്ചമർത്തുക, പ്രതിപക്ഷത്ത് നല്ലൊരു സ്പേസ് ഉണ്ടാക്കിയെടുക്കുക, അന്നത്തെ UDFനോടൊപ്പം നിൽക്കുക. ഇപ്പം നേരെ നിങ്ങൾ വീണ്ടും അതേ തിയറി തന്നെ ഉപയോഗിക്കുന്നു. BJP എന്താണ് ചെയ്യുന്നത്? ഇന്നത്തെ പ്രതിപക്ഷത്തെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നു, കൂടെ ഭരണപക്ഷത്തിൻ്റെ കൂടെ നിൽക്കുക, പ്രതിപക്ഷത്ത് വലിയൊരു സ്പേസ് ഉണ്ടാക്കാൻ ശ്രമിക്കുക. കോൺഗ്രസ് വീക്കാണ് എന്ന തിയറിക്ക് ബലമുണ്ടാകുകയും ചെയ്യുന്നു. നിങ്ങളുടെ ആ ചിന്തയ്ക്ക് ലാലെ, കോൺഗ്രസ് വീക്കായ സ്ഥലങ്ങളിലാണ് BJPക്ക് വളർച്ച ഉണ്ടായിട്ടുള്ളത്. അതൊരു രാഷ്ട്രീയമായ വസ്തുതയാണ്. ഇന്ത്യയുടെ ചരിത്രം നോക്കിയാൽ അറിയാം. കാശ്മീർ മുതൽ കന്യാകുമാരി വരെ അത് നമുക്ക് അനുഭവേദ്യമായിട്ടുണ്ട്. അപ്പോൾ കേരളത്തിലും എൻ്റെ ഒരു ബലമായ വിശ്വാസം BJP ശക്തിപ്പെടുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ കോൺഗ്രസ് തളർന്നതുപോലെ തന്നെയാണ് കേരളത്തിലും നമ്മൾ കണ്ടത്. അപ്പോൾ അതൊരു രാഷ്ട്രീയമായ ഒരു അരിത്തമെറ്റിക്സ് ആണ്. നമ്മളതിനകത്ത് വേറൊന്നും നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ കേരളത്തിൽ കോൺഗ്രസ് തളർന്നു എത്രത്തോളം തളരുന്നോ അത്രത്തോളം BJPക്ക് വളക്കൂറുണ്ടാവും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. പിന്നെ BJPയിൽ അഭിപ്രായ വ്യത്യാസം ഞാൻ ആദ്യമേ സൂചിപ്പിച്ചല്ലോ, രാജേട്ടൻ നമ്മുടെ ഒരു മുതിർന്ന നേതാവാണ്. BJPയിൽ ഇത്രയും ദ ടോളസ്റ്റ് ഫിഗർ ഇൻ കേരള. ഈ ദക്ഷിണേന്ത്യയേക്കാൾ വലുതായിട്ടുള്ള നേതാവ് തന്നെ അംഗീകരിക്കാതെ വയ്യ. പക്ഷേ അതേ സമയത്ത് ഞാൻ പറഞ്ഞത്
അദ്ദേഹം പാർട്ടിക്ക് അതീതനല്ല, അത് കോൺഗ്രസ് വോട്ട് പാർട്ടിക്ക് ഉള്ളിൽ തന്നെയാണ് അദ്ദേഹം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന് മിനിമം ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും കുമ്മനം രാജശേഖരനെ വിളിച്ച് സംസാരിക്കാമായിരുന്നല്ലോ. ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഞാൻ എന്താ ചെയ്യേണ്ടത്, നമുക്ക് ഇങ്ങനെ ആയിക്കൂടെ, എനിക്കൊരു അഭിപ്രായമുണ്ട് എന്ന് പറഞ്ഞാൽ BJP പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? ശ്രീ O രാജഗോപാൽ കുമ്മനത്തെ വിളിച്ച് സംസാരിക്കണോ, അതോ കുമ്മനം അദ്ദേഹത്തോട് വിളിച്ച് എന്താണ് സംഭവിച്ചത് ചോദിച്ചിട്ട് ഒരു പത്രപ്രസ്താവന നടത്താൻ? അങ്ങനെയല്ല അല്ലേ ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോൾ ഇതൊരു നാളെ ഉണ്ടാകാൻ പോകുന്ന ഒരു സംഭവവികാസമാണ്. ഇപ്പോൾ നിയമസഭയിൽ എന്താ വരുന്നത്, നിയമസഭയിൽ എന്താ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ അദ്ദേഹം സ്വാഭാവികമായിട്ടും ചില നിയമസഭാ കമ്മിറ്റികളിലൊക്കെ ഉണ്ടാവും, ചില നിലപാടുകൾ സ്വീകരിക്കേണ്ടതായിട്ട് വരും. അവിടെ എന്താ വരുന്നത് കുമ്മനം രാജശേഖരന് അറിയാൻ കഴിയില്ല സ്വാഭാവികമായിട്ടും. അപ്പോൾ അങ്ങനെ ഒരു വിഷയം വരുന്ന സമയത്ത് രാജഗോപാലിനൊരു ഡ്യൂട്ടി ഉണ്ട്. രാജേട്ടൻ ഞാൻ പറഞ്ഞത് സീനിയർ ലീഡറാണ്, അദ്ദേഹം തെറ്റ് ചെയ്യുമെന്ന് വിചാരിച്ചിട്ടല്ല. പക്ഷേ ഹി വിൽ ഹാവ് ടു ടേക്ക് BJP ഇൻ ടു കോൺഫിഡൻസ്. അത് അദ്ദേഹത്തിൻ്റെ ചുമതലയാണ്, അത് അദ്ദേഹം നിർവഹിക്കും എന്ന് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായ വിശ്വാസം. തിരിച്ചറിയുന്നുണ്ട് ശ്രീ KVS ഹരിദാസ്, BJP അല്ല അദ്ദേഹത്തെ ഈ നിയമസഭയിലേക്ക് കൊണ്ടുവന്നത്. അത് അദ്ദേഹം തന്നെ ഇത്രയും കാലം ഉണ്ടാക്കിയെടുത്ത പേരും അദ്ദേഹത്തിലുള്ള ഒരു സഹതാപവുമാണ് നിയമത്തെ ആ വിജയത്തിന് കാരണമെന്ന് അദ്ദേഹം തന്നെ മനസ്സിലാക്കിയിരിക്കുന്നു. BJPയുടെ അദ്ദേഹത്തിന് ഇത്രയും ഉത്തരവാദിത്വം മതി. അല്ല, അങ്ങനെയൊക്കെ അദ്ദേഹം ചിന്തിക്കില്ല എന്നാണ് കാരണം ഞാൻ പറഞ്ഞില്ലേ, ഈസ് ദ ടോളസ്റ്റ് ഫിഗർ ഇൻ കേരള BJP സംബന്ധിച്ചിടത്തോളം. ഇതുപോലെ ഞാൻ ഇടപെടുന്നു. ഇത്രയും സുപ്രധാനമായ ഒരു കാര്യം നടക്കുമ്പോൾ പാർട്ടി നേതൃത്വവുമായിട്ട് ആലോചിക്കേണ്ടതോ അല്ലെങ്കിൽ പാർട്ടി നേതൃത്വം അദ്ദേഹത്തോട് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് അന്വേഷിക്കേണ്ടതായിട്ടുള്ള ഒരു സംഘടനാപരമായ കാര്യമുണ്ട്. അത് നിങ്ങളുടെ പാർട്ടിക്കകത്തില്ല. അതാണ് ഈ കാണിക്കുന്നത്. അല്ല, ഇതിലൊരു വ്യത്യാസം എന്താണെന്ന് അറിയാം. ഇത് കേരളത്തിൽ BJPയുടെ ആദ്യത്തെ നിയമസഭാ അംഗമാണ്. ഇത് ആദ്യത്തെ സംഭവമാണ്. ഞാൻ പറഞ്ഞു ഇതൊരു തുടക്കം മാത്രമാണ്. തുടക്കത്തിൽ വന്ന ഒരു ചെറിയ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്കെന്നോ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പെന്നോ ഒറ്റ മാത്രം അതിനെ വിശേഷിപ്പിച്ചാൽ മതി. നാളെ അതിനപ്പുറത്തേക്ക് പോകാതെ നോക്കേണ്ട ഉത്തരവാദിത്തം രാജഗോപാലിനുണ്ട്, BJPക്കും ഉണ്ട്. അവർ തമ്മിൽ അത് ചെയ്യും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഞാൻ തിരിച്ചു വരാം. ശ്രീ C ദിവാകരൻ, ഇപ്പോൾ KVS പറഞ്ഞ അനുസരിച്ച് UDFനും ഒരു കയ്യബദ്ധം പറ്റി, O രാജഗോപാലിനും പരിചയക്കുറവ് കൊണ്ട് ഒരു കയ്യബദ്ധം പറ്റി. ഇതാണ് LDFന് 92 ആയത്. ആ കയ്യബദ്ധം എന്നുള്ളത് PM സുരേഷ് ബാബു അംഗീകരിക്കുന്നില്ലെങ്കിൽ കൂടി കോൺഗ്രസിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ BJPക്ക് ഉണ്ടായിരിക്കുന്ന ഈ ഒരു മാറ്റം O രാജഗോപാലിൻ്റെ സമീപനത്തിലൂടെ ശ്രീരാമകൃഷ്ണന് വോട്ട് കൂട്ടി നരേന്ദ്രമോദി ഇഫക്റ്റിലൂടെ എങ്കിലും മാറി LDFിലേക്ക് O രാജഗോപാലെങ്കിലും എത്തിയിരിക്കുന്നത് ഭാവിയിൽ നിങ്ങൾക്കുണ്ടാക്കാൻ പോകുന്ന പ്രശ്നം എന്താണെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? O രാജഗോപാല് അദ്ദേഹത്തിന് യാദൃശ്ചികമായിട്ട് അങ്ങനെ ഒരു തെറ്റുപറ്റിപ്പോയി കൈപ്പയാണെന്നൊന്നും പറയാൻ പറ്റില്ല. അദ്ദേഹം വളരെ പരിചയസമ്പന്നനായ കേന്ദ്ര മന്ത്രിയായിരുന്ന ആളാണ്. അദ്ദേഹം രാജ്യസഭാ മെമ്പറായിരുന്നു. അദ്ദേഹം BJPയുടെ ഏറ്റവും ഉയർന്ന ദേശീയ നേതാക്കന്മാരിൽ ഒരാളായിട്ടാണ് നമ്മളെല്ലാം കാണുന്നത്. അപ്പൊ അദ്ദേഹം ഒരു ദിവസം രാവിലെ വെളിപാടുണ്ടായി എന്നാൽ ഇന്ന് ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തേക്കാം എന്ന് തീരുമാനിച്ചതല്ല. അദ്ദേഹം BJPയുടെ ഒരു തീരുമാനമായിട്ട് തന്നെയാണ് വോട്ട് ചെയ്തിരിക്കാൻ ഇടയുള്ളത്. അതെന്താണ് അതിന് പിന്നിലുള്ള ഗൂഢ ഉദ്ദേശമെന്ന് ഒന്നാമത്തെ കാര്യം, അദ്ദേഹത്തിനെ ജയിപ്പിച്ചത് BJPയോ RSSകാരോ അല്ല. അത് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. അദ്ദേഹത്തിന് നിഷ്പക്ഷമതികളായ ഒരു വിഭാഗം ആളുകളുടെയും കൂടി വോട്ട് അദ്ദേഹത്തിന് കിട്ടിയിരിക്കാൻ ഇടയുണ്ട്. അല്ലെങ്കിൽ പിന്നെ അതങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്തതാണ്. മാത്രം തന്നെയുമല്ല, കോൺഗ്രസ്സുകാരോട് കോൺഗ്രസിൽ നിന്ന് തന്നെ ഒരാൾ വോട്ട് ചെയ്തിരിക്കണമല്ലോ. അപ്പൊ BJPക്കാർ വോട്ട് ചെയ്തത് വലിയ ഒരു തെറ്റായിട്ട് പറയാൻ ഇപ്പം പറ്റില്ല. കോൺഗ്രസിനകത്തുനിന്ന് വോട്ട് ചെയ്തിരിക്കുന്നു, അത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ 2 വോട്ട് LDF ഞങ്ങൾ ആരും ഇവരോട് ആവശ്യപ്പെട്ടതല്ല. ജനങ്ങളുടെ ഒരു മാൻഡേറ്റ് കേരളത്തിൽ വ്യാപകമായി വന്നിരിക്കുന്നത് LDF ആണ്. ഇനി അങ്ങോട്ടുള്ള കാലം LDF വരും, എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുമെന്നുള്ള മുദ്രാവാക്യം കേരളം അംഗീകരിച്ചപ്പോൾ അത് അംഗീകരിക്കാൻ നിർബന്ധിതമായി തീർന്നവരാണ്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കോൺഗ്രസിലെ ഒരു MLA അങ്ങനെ കയ്യബദ്ധം പറ്റി, അങ്ങനെ കയ്യബദ്ധം പറ്റുന്നവരാണോ MLA-മാരായിട്ട് വരുന്നവര്? രാജഗോപാലിനെ പറഞ്ഞ ആൾ കയ്യബദ്ധം പറ്റുന്ന ആളാണ്. അദ്ദേഹം പരസ്യമായിട്ട് നിയമസഭയിൽ പറഞ്ഞല്ലോ, ഞാൻ അദ്ദേഹത്തിന്റെ പേര് ശ്രീരാമകൃഷ്ണൻ എന്നുള്ളതുകൊണ്ട് ഭഗവാൻ കൃഷ്ണനെ ഓർമ്മിച്ചാണ് ഞാൻ അങ്ങേക്ക് വോട്ട് ചെയ്തത്. അങ്ങ് എന്നെ ഒറ്റയ്ക്കുള്ള ഒരു മെമ്പറാണ് ഞാൻ. അങ്ങ് അത് മനസ്സിലുണ്ടായിരിക്കണം വരുന്ന നടപടികൾ. ഇതൊക്കെയല്ലേ അവിടെ നടന്നത്. അപ്പൊ ഇതെല്ലാം വളരെ വ്യക്തമല്ലേ? ഇന്നത്തെ അസംബ്ലി പ്രൊസീഡിങ്സ് O രാജഗോപാലിന്റെ പിന്നെ സ്പീക്കറെ അഭിനന്ദിച്ചുകൊണ്ടുള്ള പ്രസംഗത്തിൽ വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞല്ലോ, ഞാൻ അങ്ങോട്ട് സഹായിച്ചിട്ടുണ്ട്, എന്നെ നിങ്ങൾ സഹായിക്കണം. അതൊക്കെ നിയമസഭാ നടപടിക്രമങ്ങളുടെ കാര്യമാണ്. അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. പക്ഷെ കൈബന്ധം പറ്റിപ്പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല.
കോൺഗ്രസിൽ ഞങ്ങൾ ആരും അറിഞ്ഞില്ല. അങ്ങനെയാണോ? നിങ്ങൾ ആരും അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ എന്താ ചലഞ്ച് ചെയ്യാത്ത? റിസൾട്ടിന് ചലഞ്ച് ചെയ്യാത്തത്? അപ്പൊ നിങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ വോട്ട് ചെയ്തിരിക്കുന്നത് അത് തെറ്റൊന്നുമല്ല. ജനങ്ങളുടെ ആകെയുള്ള ഒരു വികാരത്തിന് അനുകൂലമായി കോൺഗ്രസ് ഒരു MLA സ്പീക്കർ തെരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്തു, അനുകൂലമായിട്ട് വോട്ട് ചെയ്തു. എന്താ കുഴപ്പം? യെസ്, ഞാൻ ഒരു കുഴപ്പമില്ല. സുരേഷ് ബാബു, നമുക്ക് ചർച്ച അവസാനിപ്പിക്കാനുള്ള 1 മിനിറ്റാണ് ബാക്കിയുള്ളത്. ഞാൻ അങ്ങോട്ട് ഒരൊറ്റ ചോദ്യം ചോദിക്കട്ടെ. ഈ കോൺഗ്രസിലെ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഒറ്റ അംഗം മാത്രമുള്ളത് VM സുധീരൻ ഗ്രൂപ്പിനാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ശ്രീ അനിൽ അക്കരെയാണ്. ബാക്കി എല്ലാവരും A ഗ്രൂപ്പ് അല്ലെങ്കിൽ I ഗ്രൂപ്പാണ്. അങ്ങനെയാണെങ്കിൽ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ ഒരു വോട്ട് മാത്രം മാറിയിട്ടുണ്ടെങ്കിൽ അത് ആ രീതിയിലും പോകാം എന്നൊരു ചിന്ത വന്നാൽ എന്താണ് ഉത്തരം? എൻ്റെ ലാലെ എല്ലാവരും ഇട്ട് കുഴപ്പിക്കണം. ഏകദേശം ഇപ്പം 22 പേരും ആയി. ശരി, എന്തായാലും ആ നിശബ്ദമായ ചിരിയോടുകൂടിയുള്ള ഉത്തരത്തിൽ നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കുകയാണ്. വരും ദിവസങ്ങളിൽ എന്തായാലും നെയ്യാർ ഡാമിൽ ഒഴുകാൻ പോകുന്ന വെള്ളത്തിൻ്റെ കണക്ക് കൂടി ആയിരിക്കും തീരുമാനിക്കുക അവസാനത്തെ ഉത്തരം. തിരുവഞ്ചൂർ അന്വേഷിച്ച് എന്ത് ഉത്തരമാണ് കണ്ടെത്തുക, അതും കാത്തിരിക്കുകയാണ് കേരളത്തിലെ രാഷ്ട്രീയ ലോകം. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ PM സുരേഷ് ബാബു, ശ്രീ C ദിവാകരൻ, ശ്രീ KVS ഹരിദാസ്, ശ്രീ SR ശക്തിധരൻ, ശ്രീ J അജിത് കുമാർ.